ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷ സുഹൃത്ത്, എൻ്റെ ബഹുമാന്യനായ അധ്യാപകൻ കൂടിയായ അരവിന്ദാക്ഷൻ മാഷ്, ഗാന്ധിയുടെ തത്വചിന്തയെ, ഗാന്ധിയുടെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തെ ഏറ്റവും ആഴത്തിൽ അടുത്തറിഞ്ഞ അപൂർവം പേരിലൊരാളായ ശങ്കരൻ മാഷ്, പ്രിയപ്പെട്ട രാജീവ്, ബോബി തോമസ്, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ സവിശേഷമായിട്ടുള്ളൊരു പുസ്തകമാണ് ഇന്ന് ഈ ചർച്ചയുടെ വിഷയമാകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. സവിശേഷം എന്ന് ഒട്ടും ആലങ്കാരികമായി പറയുന്നതല്ല. കാരണം കഴിഞ്ഞ ഒരു 2-3 പതിറ്റാണ്ടായി ഗാന്ധി, അംബേദ്കർ എന്നത് പരസ്പര വിരുദ്ധമായ 2 കൽപ്പനകളായി ആവർത്തിച്ച് പറഞ്ഞുറപ്പിക്കാനുള്ള, അതുവഴി അവർക്കിടയിലൊരു നിത്യശത്രുതയുടെ ലോകം തീർക്കാനുള്ള വളരെ വ്യാപകമായ ശ്രമങ്ങൾ പല രൂപത്തിൽ നടന്നു വരുന്ന ഒരു സന്ദർഭത്തിലാണ് അതിന് നടുവിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു നിലപാട് ബോബി തോമസ് ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിലെ വലിയ കലാചിന്തകനും സൗന്ദര്യ ശാസ്ത്രകാരനുമൊക്കെ ആയിരുന്ന, സമീപകാലത്ത് മരിച്ചുപോയ ജോൺ ബർജർ ഓതൻറ്റിസിറ്റി എന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു മൗലികമായ നിരീക്ഷണമുണ്ട്. അദ്ദേഹം കലയെക്കുറിച്ചാണ് പറയുന്നത്, പക്ഷേ അത് പൊതുവിൽ ആധികാരികത എന്ന ആശയത്തിന് ബാധകമായൊരു തത്വമാണ് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഓതൻറ്റിസിറ്റി അറൈസസ് ഫ്രം എ സിമ്പിൾ കമ്മിറ്റ്മെൻറ്റ്, എ കമ്മിറ്റ്മെൻറ്റ് ടു ദ ആംബിഗ്വിറ്റി ഓഫ് ദ എക്സ്പീരിയൻസ്. ആധികാരികത ഉടലെടുക്കുന്നത് വളരെ ലളിതമായ ഒരു പ്രതിബദ്ധതയിൽ നിന്നാണ്, അനുഭവത്തിൻ്റെ സന്നിഗ്ധതയോടുള്ള പ്രതിബദ്ധത. വാസ്തവത്തിൽ ഇത് വലിയൊരു പാഠമാണ്. കാരണം സാമൂഹ്യ ജീവിതത്തിലെയോ ചരിത്രത്തിലെയോ ഏതെങ്കിലും ഒരു സന്ദർഭത്തെ കറുപ്പും വെളുപ്പും പോലെ സുനിശ്ചിത സ്ഥാനങ്ങളായി നിർവചിച്ച് വയ്ക്കുകയും അതിനെ എന്നെന്നും ഒരേ മട്ടിൽ നിലനിൽക്കുന്ന സ്തബ്ധമായ മുഹൂർത്തങ്ങളായി കാണുകയുമൊക്കെ ചെയ്യുന്നത് ചിന്താപരമായിട്ടും യാഥാർത്ഥ്യത്തോട് നാം പുലർത്തുന്ന സമീപനമെന്ന നിലയ്ക്കും വലിയ വഞ്ചനയാണ്. കാരണം ഏതെങ്കിലും ഒരു സാമൂഹിക സന്ദർഭം, ഏതെങ്കിലും ഒരു യാഥാർത്ഥ്യം ഒരൊറ്റ കല്ലിൽ കൊത്തിയെടുത്ത ശില്പം പോലെ മാറ്റങ്ങളേതുമില്ലാതെ ഒരേ ഒരു പ്രകാരത്തിലൊന്നുമല്ല നിലനിൽക്കുന്നത്. അങ്ങനെയാണ് എന്ന് നാം വാദിച്ചുറപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ വീക്ഷണങ്ങൾ, നമ്മുടെ ഇച്ഛകൾ യാഥാർത്ഥ്യത്തിന് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള നമ്മുടെ താല്പര്യത്തിൽ നിന്ന് ജനിക്കുന്ന ബോധ്യങ്ങളാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഏത് യാഥാർത്ഥ്യവും അതിനുള്ളിൽ പല പല അടരുകളുള്ളതാണ്. ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ ബോബി തോമസ് പറയുന്ന ഒരു കാര്യം, സത്യം അസത്യത്തോട് മാത്രമല്ല കലഹിക്കുന്നത്, സത്യം പലതരം ഇതര സത്യങ്ങളോടും കലഹിക്കും. വിജയൻ്റെ പഴയ ഭാഷയുണ്ടല്ലോ, സത്യം പലത് എന്ന് ഖസാക്കിൽ പറയുന്നത് പോലെ സത്യത്തിൻ്റെ പല അടരുകളിൽ ഒന്നിനെ നാം ഉറപ്പിച്ചു നിർത്തുകയും മറ്റെല്ലാത്തിനെയും നിരാകരിക്കുകയും ചെയ്യുന്നതിന് പകരം ഇവ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ സംവാദങ്ങളുടെ ഒരു സംഘർഷ മേഖലയായി യാഥാർത്ഥ്യത്തെ കണ്ടാൽ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കുറേ കൂടി ആധികാരികമായൊരു വീക്ഷണം തെളിഞ്ഞു വരും. അതാണ് ഞാൻ ബർജറുടെ ഒരു വരി ഉദ്ധരിച്ചത്, കമ്മിറ്റ്മെൻറ്റ് ടു ദ ആംബിഗ്വിറ്റി ഓഫ് ദ എക്സ്പീരിയൻസ്. ഏതനുഭവത്തിനും ഈ വൈരുദ്ധ്യമുണ്ട്. ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യത്തിൻ്റെ പേരുകളിലൊന്നാണ് ഗാന്ധി. അത് അദ്ദേഹം തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം പലപാട് സൂചിപ്പിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു വാക്യം, ഐ മേക്ക് നോ ഹോബ്ഗോബ്ലിൻ ഓഫ് കൺസിസ്റ്റൻസി, അഭിപ്രായ സ്ഥിരതയുടെ ദുർഭൂതത്തെ ഞാൻ സൃഷ്ടിക്കുന്നില്ല
എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അഭിപ്രായ സ്ഥിരതയുടെ ദുർഭൂതം, ഭൂതബാധ എന്ന പ്രയോഗം തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഗാന്ധി ആ പ്രയോഗം സ്വീകരിച്ചത് അദ്ദേഹം ലണ്ടൻ ജീവിതകാലത്ത് വായിച്ച എമേഴ്സണിൽ നിന്നാവണം. എമേഴ്സൺ അങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത്, ഇഫ് ഐ ആം ട്രൂ ടു മൈസെൽഫ് ഫ്രം മൊമെൻറ്റ് ടു മൊമെൻറ്റ്, ഐ ഡു നോട്ട് മൈൻഡ് ദ ഇൻകൺസിസ്റ്റൻസീസ് ദാറ്റ് മേ ഫോൾ അപ്പോൺ മീ. ഓരോ നിമിഷത്തോടും സത്യസന്ധനായിരിക്കുമ്പോൾ എന്നിൽ വന്നു വീഴാവുന്ന അസ്ഥിരതകളെ ചൊല്ലി ഞാൻ വ്യാകുലപ്പെടുന്നില്ല എന്നും അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി അങ്ങനെ നിരന്തരം പരിണമിച്ചുകൊണ്ടിരുന്ന, ആ പരിണാമങ്ങളെ ഒരു നിലയ്ക്കും മറച്ചു വയ്ക്കാതിരുന്ന, തന്നെ തിരുത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഗാന്ധി. കൗതുകം തോന്നാവുന്നൊരു കാര്യം, അംബേദ്കറിലും ഈ പൊസിഷനുണ്ട്. ഏതാണ്ട് എമേഴ്സനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഒരിക്കൽ അംബേദ്കർ ജനത എന്ന അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ എഴുതുന്നുണ്ട്, എമേഴ്സൺ സേസ് ദാറ്റ് കൺസിസ്റ്റൻസി ഈസ് ദ വെർച്യു ഓഫ് എ ഡോങ്കി ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ഡോങ്കി. എമേഴ്സൺ പറയുന്നുണ്ട്, സ്ഥിരത ഒരു കഴുതയുടെ ഗുണമാണ്, ഞാനൊരു കഴുതയാവാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടുപേരുടെയും സോഴ്സ് കൗതുകകരമായ വിധത്തിൽ എമേഴ്സൺ തന്നെയാണ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പണ്ട് വിജയൻ മാഷ് പറയും, ജീവിതത്തിൻ്റെ നടുക്ക് നിന്ന് യാഥാർത്ഥ്യത്തെ മുഖാമുഖം നോക്കുന്ന ഒരാൾക്ക് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അയാൾക്ക് യാഥാർത്ഥ്യം മാറി വരുന്നത് തിരിച്ചറിയുമ്പോൾ അയാൾക്ക് ലോകത്തെക്കുറിച്ചുള്ള തൻ്റെ ബോധ്യങ്ങളെ തിരുത്തേണ്ടി വരും. ഇങ്ങനെ തിരുത്തിക്കൊണ്ടിരുന്ന രണ്ട് പേരാണ് വാസ്തവത്തിൽ അംബേദ്കറും ഗാന്ധിയും. ഗാന്ധിയുടെ പരിവർത്തനങ്ങൾ താരതമ്യേന ലോകത്തിനറിയാം. അംബേദ്കറുടെ പരിവർത്തനങ്ങൾ അതേ അളവിൽ ലോകത്തിനറിയാമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷേ അംബേദ്കർ മാറിയിട്ടുണ്ട്. 1920കളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും കൊളംബിയ സർവകലാശാലയിൽ നിന്നുമൊക്കെ പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലെത്തി ജാതി വിരുദ്ധമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകി തുടങ്ങിയ കാലം മുതൽ ഏതാണ്ടൊരു 30-35 വർഷക്കാലം അംബേദ്കർ നിരന്തരമായ സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തി. ഈ ഇടപെടലുകളുടെ എല്ലാം അടിസ്ഥാനപരമായ ഊന്നൽ ഒന്ന് തന്നെയായിരുന്നു ജാതി നിർമ്മൂലനമാണ്. പക്ഷേ ആ ജാതി നിർമ്മൂലനത്തിലേക്കുള്ള വഴി അദ്ദേഹം ഓരോ ഘട്ടത്തിലും മാറി മാറി പരീക്ഷിക്കുന്നുണ്ട്. 20കളിൽ മഹാദിലെ സത്യാഗ്രഹം നടത്തുന്നുണ്ട്, മനുസ്മൃതി കത്തിക്കുന്നുണ്ട്. 1930കളിലാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി എന്ന പേരിലൊരു പാർട്ടി ഉണ്ടാക്കുകയും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുമായി ചേർന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നാലെ അത് പിരിച്ചുവിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ഉണ്ടാക്കുകയും സംവരണം എന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട ആശയങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം 40കളിൽ വൈസ്രോയിയുടെ കൗൺസിലിൽ അംഗമാവുകയും വൈസ്രോയി കൗൺസിലിലെ തൊഴിൽ കാര്യങ്ങളുടെ ചുമതല ഏറ്റെടുത്ത് അദ്ദേഹം ധാരാളമായി അതിലിടപെടുകയും ചെയ്യുന്നുണ്ട്. പിന്നാലെയാണ് അദ്ദേഹം ഭരണഘടനാ അസംബ്ലിയിൽ അംഗമാകുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഭരണഘടനയുടെ രൂപീകരണത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്നത്. അതിനുശേഷം 1ാമത്തെ കേന്ദ്രമന്ത്രിസഭയിൽ അദ്ദേഹം നിയമകാര്യമന്ത്രിയായി പ്രവർത്തിച്ചു. ഹിന്ദു കോഡ് ബില്ല് അവതരിപ്പിച്ചു. അതേ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ തുടർന്ന് അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. അവസാനത്തെ ഒരു 4-5 വർഷക്കാലം അംബേദ്കറുടെ ചിന്തയിലേക്ക് ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ ബുദ്ധമതത്തിലായിരുന്നു. ബുദ്ധമതം മുമ്പോട്ട് വച്ച തത്വങ്ങളിലും പ്രത്യേകിച്ചും അതിൻ്റെ മൈത്രി മുതലായ സങ്കല്പങ്ങളിലും ഊന്നി നിന്നുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയ ഭാവന വികസിപ്പിച്ചെടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ അദ്ദേഹം അക്കാലത്ത് നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് അംബേദ്കറുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായൊരു ഊന്നലുള്ളപ്പോൾ തന്നെ ഈ ഊന്നലുകൾക്കകത്ത് മാറി മാറി വരുന്ന സന്ദർഭങ്ങളായിട്ടോ സമീപനങ്ങളായിട്ടോ കാണാം. ഇതിലെല്ലാം ഒന്ന് മറ്റൊന്നിനോട് 100% പൊരുത്തത്തിലാണോ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് മൈത്രി എന്ന ആശയത്തെ മുൻനിർത്തി അംബേദ്കർ മുമ്പോട്ട് വച്ച രാഷ്ട്രീയ ഭാവന കാര്യമായ ചർച്ചയ്ക്കൊന്നും ഇക്കാലം വരെയും വിധേയമായിട്ടില്ല. അത് ഗാന്ധിയൻ, ദളിത് ഗാന്ധിയൻ എന്ന് ചിലരെങ്കിലും വിശേഷിപ്പിക്കുന്ന DR നാഗരാജ് എങ്ങനെയാണ് ഗാന്ധിക്കും അംബേദ്കർക്കും ഇടയിൽ ഒരു സമവായത്തിൻ്റെ മണ്ഡലം രൂപപ്പെടുന്നത്, അഥവാ ഗാന്ധിയെ കൊണ്ടുകൂടി പൂരിപ്പിക്കേണ്ട അംബേദ്കർ എങ്ങനെയാണ് സാധ്യമാകുന്നത്, സാധ്യമാകേണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഫ്ലെയിമിംഗ് ഫീറ്റ്സിൽ ആലോചിക്കുന്നുണ്ട്. ആ ആലോചനയോട് ഏതാണ്ട് ഒത്തുപോകുന്ന നിഗമനങ്ങൾ
അവസാന കാലത്തെ അംബേദ്കറിൽ നമുക്ക് കാണാൻ പറ്റും. സുഹൃത്തിനോടെന്ന പോലെ ശത്രുവിനോടും സാഹോദര്യവും സ്നേഹവും പുലർത്തുന്ന, ശത്രുവിൻ്റെ ആത്മശുദ്ധീകരണം എന്ന് പറയുന്ന ഗാന്ധിയൻ തത്വത്തോട് വളരെ കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു അംബേദ്കറെ അദ്ദേഹത്തിൻ്റെ അവസാനകാല രചനയായ, അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രം പ്രസിദ്ധീകരിക്കപ്പെട്ട ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ബുദ്ധമതം എന്ന് അംബേദ്കർ എത്തിച്ചേരുന്നത് പരമ്പരാഗത ബുദ്ധമല്ല, അദ്ദേഹം തന്നെ പേരിട്ട് വിളിച്ച നവയാനം. ആ നവയാനത്തിൽ ബുദ്ധൻ്റെ അടിസ്ഥാന ജനനത്തെക്കുറിച്ചും ബുദ്ധൻ്റെ പരിവർത്തനത്തെക്കുറിച്ചും 4 ആര്യസത്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള പരമ്പരാഗത ധാരണകളെ പുതിയ നിലയ്ക്ക് നവീകരിച്ച് ഒരു രാഷ്ട്രീയ കാര്യപരിപാടിയിലേക്ക് അംബേദ്കർ വിളക്കി ചേർക്കുന്നുണ്ട്. അങ്ങനെ വിളക്കി ചേർക്കുന്ന സന്ദർഭത്തിലാണ് ഈ മൈത്രി എന്ന ആശയം വളരെ പ്രധാനമായി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നത്. സാഹോദര്യം എന്ന സങ്കല്പം പോരെന്നും, സാഹോദര്യം എന്നത് അടിസ്ഥാനപരമായ ഒരു പുരുഷകേന്ദ്രിതവും മനുഷ്യകേന്ദ്രിതവുമായ സങ്കല്പമാണെന്നും അതിനപ്പുറം പ്രാപഞ്ചികമായ സ്നേഹസാഹോദര്യത്തിൻ്റെ വിപുലമായ മാനമുള്ള മൈത്രി എന്ന സങ്കല്പമാണ് ആവശ്യം എന്നുമൊക്കെ ആ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് 30കളിലെ അംബേദ്കറെ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. 30കളിലെ അംബേദ്കറിൽ നിങ്ങൾ തളഞ്ഞു നിന്നാൽ ഈ 50കൾക്ക് ശേഷമുള്ള അംബേദ്കറുടെ ചിന്തയുടെ ഊന്നലുകൾ മാറി വരുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇന്ത്യ ചരിത്രത്തിനകത്ത് നിർണായകമായൊരു സന്ധിയിൽ ഇടപെടാൻ ശ്രമിക്കുകയും ആ സന്ധിയെ മറികടക്കാനുള്ള ബഹുവിധമായ ശ്രമങ്ങളിൽ ആണ്ടുമുഴുകുകയും ചെയ്ത 2 വലിയ മനുഷ്യരെ ചരിത്രത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾക്കുള്ളിൽ വച്ച് നോക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഇച്ഛകൾ അവർക്കുമേൽ അടിച്ചേൽപ്പിച്ച് നമ്മുടെ ഇച്ഛകളിൽ അവരെ തളച്ചു നിർത്തി സ്തബ്ധമായ ഭൂതകാല സന്ദർഭങ്ങളായി അവരെ കാണുന്നതിന് പകരം ചരിത്രത്തിലെ പ്രക്രിയകൾ എന്ന നിലയ്ക്ക് അവരെ നോക്കിക്കാണാനുള്ള ഒരു ശ്രമം വാസ്തവത്തിൽ വലിയ ആവശ്യമുള്ള ഒന്നാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു സന്ദർഭത്തിൽ. കാരണം വർഗീയതയുടെയും ഹിന്ദുത്വത്തിൻ്റെയും ഫാഷിസത്തിൻ്റെയും ഒക്കെ അലകൾ ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് നമ്മെ പല രൂപത്തിൽ വലയം ചെയ്യുന്നൊരു കാലത്ത് ആധുനിക ഇന്ത്യയുടെ ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ 2 സ്രോതസ്സുകളെ പരസ്പര വിരുദ്ധമായി പോരടിച്ച് മരിക്കുന്ന ബലങ്ങളായി സങ്കല്പിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ വിവേകം നാം അനിവാര്യമായും കാണിക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ ആ രാഷ്ട്രീയ വിവേകത്തിന് പകരം തമ്മിൽ പോരടിക്കുന്ന നിത്യശത്രുക്കൾ എന്ന നിലയ്ക്ക് അംബേദ്കറെയും ഗാന്ധിയെയും പ്രതിഷ്ഠിക്കാനാണ് പലപ്പോഴും ശ്രമം നടക്കുന്നത്. ഇതിനർത്ഥം അവർക്ക് തമ്മിൽ വൈരുദ്ധ്യം ഇല്ലെന്നല്ല, അപരിഹാര്യമെന്ന് പറയാവുന്ന വൈരുദ്ധ്യങ്ങൾ അവർക്കിടയിലുണ്ട് എന്ന കാര്യം ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ ഈ അപരിഹാര്യമായ വൈരുദ്ധ്യങ്ങളുടെ വേര് കിടക്കുന്നത്, ഈ പുസ്തകത്തിൽ ബോബി തോമസ് അത് പറയുന്നുണ്ട്, ചരിത്രത്തിലാണ്, ഇന്ത്യയുടെ സാമൂഹ്യ യാഥാർത്ഥ്യത്തിലാണ്. സാമൂഹിക യാഥാർത്ഥ്യം ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഏകശിലാത്മകമായ ഒറ്റ വഴിക്ക് നീങ്ങുന്ന ഒന്നല്ല എന്നിരിക്കെ അതിലിടപെടുന്ന മനുഷ്യർ ഒറ്റ വഴിയിൽ മാത്രം നിൽക്കണം എന്ന് നാം പ്രതീക്ഷിക്കുന്നതിലെ നിരർത്ഥകത കൂടി നമ്മുടെ ആലോചനകളിലുണ്ടാകണം. നിർഭാഗ്യവശാൽ പോളമിക്സ് ഡയലോഗിനെ വിഴുങ്ങിക്കഴിഞ്ഞൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മിഷേൽ ഫൂക്കോ ഒരിക്കൽ പറയുന്നുണ്ട്, ഡയലോഗിൻ്റെ സംവാദത്തിൻ്റെ പരാന്ന ജീവിയാണ് ഈ തർക്കം എന്നത്. അത് വളരെ രസമുള്ള ഒബ്സർവേഷൻ. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു താർക്കികൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ തന്നോട് സംസാരിക്കുന്ന ആളെ അന്തിമമായിട്ട് ഇല്ലാതാക്കലാണ്. അതേസമയം സംവാദത്തിൻ്റെ ലക്ഷ്യം അതിൽ നിന്നുകൂടി ചിലത് പഠിക്കലാണ്. മലയാളിയോട് ഇത് നന്നായി പറഞ്ഞത് നാരായണ ഗുരുവാണ്. വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ്. തർക്കം എന്ന് പറയുന്നത് ഫൂക്കോ പറയുന്നുണ്ട്, താർക്കികൻ തന്നോട് സംസാരിക്കുന്ന ആളിൽ നിന്ന് എന്തെങ്കിലും കുറച്ചുകൂടി മനസ്സിലാക്കി അല്പം കൂടി സത്യത്തിലേക്ക് അടുത്ത് ചെല്ലാനൊരു സാധ്യതയെ താർക്കികൻ ഒരിക്കലും വകവെച്ച് കൊടുക്കില്ല. പകരം ശത്രു എന്ന നിലയ്ക്ക്, എതിരാളി എന്ന നിലയ്ക്ക് തന്നോട് സംസാരിക്കുന്ന ആളെ കണ്ട് അതിനെ അന്തിമമായി ഇല്ലാതാക്കുക എന്നതാണ് താർക്കികൻ്റെ അടിസ്ഥാന ലക്ഷ്യം. അദ്ദേഹം പറയുന്നുണ്ട്, ഭാഷണത്തിലെ വയലൻസാണ് തർക്കം, ഭാഷണത്തിലെ ഹിംസയാണ് തർക്കം. ആ തർക്കത്തിൽ നിന്ന് ഭാഷണത്തിലെ ജനാധിപത്യമായ സംവാദത്തിലേക്ക് നീങ്ങണം. സംവാദം
അപരവാദങ്ങളെ, അപരവീക്ഷണങ്ങളെ ഉൾക്കൊള്ളാനുള്ള സന്നദ്ധതയിലാണ്. തർക്കം അപരവീക്ഷണങ്ങളെ അന്തിമമായി നിരസിക്കുന്ന യുക്തിയാണ്. അപരം എന്നതിനെ തൻ്റെ അധ്യാത്മവിചാരത്തിൻ്റെ കേന്ദ്രത്തിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് സർവമത സമ്മേളനത്തിൻ്റെ ലക്ഷ്യവാചകമായിട്ട് വാദിക്കാനും ജയിക്കാനുമല്ല എന്ന് ഗുരു എഴുതി വച്ചത്. അത് ആളുകൾ ഒച്ച ഉണ്ടാക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അതിനകത്തുള്ളൊരു അപകടമാണ്. ഇത് ഗാന്ധിയൻ അംബേദ്കറെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഈ പുസ്തകത്തിൻ്റെ വളരെ മൗലികമായൊരു സവിശേഷതയാണ്. നമുക്ക് ഹാഗിയോഗ്രാഫികളാണ് കൂടുതലുള്ളത്, വിശുദ്ധ ചരിതങ്ങളാണ്. അല്ലാതെ ഒരാളെ അയാൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൻ്റെയും അയാളെ നയിക്കുന്ന പ്രേരണകളുടെയും അതിലടങ്ങിയിട്ടുള്ള നാനാതരം പിളർപ്പുകളുടെയും ആകത്തുകയായി കാണാൻ പൊതുവേ പരിശീലിച്ചിട്ടില്ലാത്ത ഒരു സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ട് ഗാന്ധി ആകട്ടെ അംബേദ്കർ ആകട്ടെ വിശുദ്ധവൽക്കരിക്കപ്പെട്ട രൂപത്തിലല്ലാതെ അവർക്കിടയിൽ തന്നെയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, ബോബി തോമസിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഗാന്ധി ഒരു ഗാന്ധിയല്ല, തമ്മിൽ പോരടിക്കുന്ന നിരവധി പ്രവണതകൾ ഗാന്ധിയിൽ കാണാം. പങ്കജ് മിശ്ര ഗാന്ധിയെക്കുറിച്ച് എഴുതിയ ലേഖനത്തിൽ കൗതുകകരമായ ധാരാളം കാര്യങ്ങൾ ഗാന്ധിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ബോബി തോമസ് തന്നെ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എങ്ങനെയാണ് 1920-കൾ വരെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യ വിരുദ്ധ പോരാളി, ഇന്ത്യ എന്നല്ല 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യ വിരുദ്ധ സമരനായകൻ എന്ന് സംശയരഹിതമായി പറയാവുന്ന ഗാന്ധി എങ്ങനെയാണ് 1890-കൾ മുതൽ ഏതാണ്ടൊരു 20 കൊല്ലക്കാലം സാമ്രാജ്യത്വത്തെ പല നിലയ്ക്ക് പിന്തുണച്ച ആളായി പ്രവർത്തിച്ചത് എന്ന് സത്യാന്വേഷണ പരീക്ഷണങ്ങളിലെ ഉദ്ധരണികളിൽ നിന്ന് തന്നെ അദ്ദേഹം ഈ പുസ്തകത്തിൽ ധാരാളമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ദക്ഷിണാഫ്രിക്കയിലെ തദ്ദേശീയർ നടത്തുന്ന സമരത്തിൻ്റെ സന്ദർഭത്തിൽ അവിടുത്തെ വെള്ളക്കാരെ പിന്തുണച്ചതാകാം. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗാന്ധിയിൽ ഇങ്ങനെ ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട്. 1917-18 കാലത്ത് 1-ാം ലോക യുദ്ധഘട്ടത്തിൽ അദ്ദേഹം ബ്രിട്ടീഷ് സൈന്യത്തിൽ ആളെ ചേർക്കാനുള്ള പിന്തുണ നൽകുന്ന കാര്യം ബോബി തോമസ് എഴുതുന്നുണ്ട്. ആ ഘട്ടത്തിലൊക്കെ ഇപ്പം നാരായണഗുരുവും പറയുന്നുണ്ട് കേട്ടോ, അന്ന് ബ്രിട്ടീഷുകാർ ജയിക്കാൻ പ്രാർത്ഥിക്കണം എന്ന് നാരായണഗുരുവും പറയുന്നുണ്ട്. നമുക്ക് സന്യാസം തന്നത് അവരാണല്ലോ എന്ന് അതേക്കുറിച്ച് ഗുരുവിൻ്റെ നിരീക്ഷണമുണ്ട്. ഇങ്ങനെ ഒരു 20-30 കൊല്ലക്കാലം 1892-93 കാലത്താണല്ലോ സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധി എത്തുന്നത്. 15-ൽ അദ്ദേഹം ഇന്ത്യയിലെത്തുന്നു. 3-4 കൊല്ലം ഇന്ത്യ മുഴുവൻ കറങ്ങി കാണുന്നു. ഇതിനു ശേഷം നിയമലംഘന പ്രസ്ഥാനത്തിലേക്ക്, നിസ്സഹകരണത്തിലേക്ക് എത്തുന്നത് വരെ ഗാന്ധി സാമ്രാജ്യത്വത്തിനെതിരായ ഒരു നേർക്കുനേർ യുദ്ധത്തിന് പുറപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ചില ഘട്ടങ്ങളിലെങ്കിലും അദ്ദേഹം സാമ്രാജ്യത്വത്തിൻ്റെ സഹായിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇങ്ങനെ ഒരാളാണ് പിന്നീട് ലോകത്തെ ഏറ്റവും ഭീമാകാരമായ സാമ്രാജ്യ ശക്തിക്കെതിരെ കോടാനുകോടി വരുന്ന മനുഷ്യരെ അണിനിരത്തുന്ന ഒരു അതിഭീമമായൊരു ഭാവശക്തിയുടെ മണ്ഡലം രൂപപ്പെടുത്തിയത്. അതൊരു സംഘടനാബലം മാത്രമൊന്നുമല്ല. അങ്ങനെ കണ്ടാൽ ഗാന്ധിയെ മനസ്സിലാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. സംഘടന അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്, സംഘടനയെ നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സംഘടനയ്ക്കെല്ലാം അപ്പുറം കോടാനുകോടി മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ചെന്ന് ചേരുന്നൊരു ധാർമ്മിക ബലം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് നെൽസൺ മണ്ടേല പോലെയോ മാർട്ടിൻ ലൂതറെ പോലെയോ ഡെസ്മണ്ട് ടുട്ടുവിനെ പോലെയോ ഒക്കെയുള്ള എത്രയോ വലിയ പോരാളികളുടെ ഒരു പ്രചോദനമായി ഗാന്ധി മാറിത്തീർന്നത്. എന്നാൽ ആ ഗാന്ധി തന്നെ വർണ്ണവിവേചനത്തിൻ്റെ വക്താവായിരുന്നു എന്ന് ഘാന സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ കരുതുന്നുണ്ട്. ഗാന്ധി റേസിസ്റ്റാണ് എന്ന് സൗത്ത് ആഫ്രിക്കയിലെ പല ആളുകളും കരുതുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വാസ്തവത്തിൽ ഗാന്ധിയുടെ വീക്ഷണങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് ഒഴിവാക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഗാന്ധി ഇപ്പം മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ഗാന്ധിയുടെ ബന്ധം, വീക്ഷണം, മതം അനിവാര്യമായും രാഷ്ട്രീയത്തിൽ ഉണ്ടാകണമെന്നാണ് ഗാന്ധി ഒരു ഘട്ടം വരെ വാദിച്ചു പോകുന്നത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഐ വിൽ ഡെഫിനറ്റ്ലി ഇൻട്രൊഡ്യൂസ് റിലീജിയൻ ഇൻ ടു പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ഇമ്മോറൽ. ഇത് ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. മതമില്ലാത്ത രാഷ്ട്രീയം അധാർമികമായിരിക്കും എന്നാണ് ഗാന്ധി കരുതിയത്. അത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് പല ഘട്ടങ്ങളിലും.
എന്നാൽ 40കളാവുമ്പോൾ ഗാന്ധിയുടെ 30കളിൽ തന്നെ ഗാന്ധിയുടെ പൊസിഷൻ കുറച്ച് മാറുകയും അദ്ദേഹം മതമെന്നതിനെ അടിസ്ഥാനപരമായൊരു ധാർമ്മിക മൂല്യം എന്നതിലേക്ക് കൂടുതൽ ഊന്നൽ നൽകി വിശദീകരിക്കാൻ ശ്രമിക്കുകയും മതം വ്യക്തിപരമായൊരു കാര്യമാണ്, രാഷ്ട്രജീവിതത്തിലോ രാഷ്ട്ര ശരീരത്തിലോ അതിന് പ്രത്യേകിച്ചൊരു ഭാഗവും ഉണ്ടാകേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. റിലീജിയൻ ഈസ് പ്യുവർലി എ പേഴ്സണൽ മാറ്റർ, ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ പൊളിറ്റിക്സ് ഓർ ദ സ്റ്റേറ്റ് എന്ന് ഗാന്ധി പിന്നീട് ആവർത്തിക്കുന്നുണ്ട്. 40കളുടെ അവസാനം കൊല്ലപ്പെടുന്നതിന് മുമ്പുള്ള 3-4 വർഷങ്ങളിലാകട്ടെ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞത്, ഞാൻ ഒരൊറ്റ ദിവസത്തേക്ക് ഈ രാജ്യത്തിൻ്റെ പരമാധികാരിയാവുകയാണെങ്കിൽ മതത്തെയും രാഷ്ട്രീയത്തെയും സമ്പൂർണ്ണമായി വേർപെടുത്തും എന്ന് പറയുന്നുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരു മതത്തിൽപ്പെട്ടവരാണെങ്കിലും രാഷ്ട്രത്തിന് മതം ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇതിലേത് ഗാന്ധിയെ നിങ്ങൾക്കെടുക്കാം. അരുന്ധതി റോയൊക്കെ ചെയ്യുന്നത് പോലെ ആവശ്യമുള്ളത് പെറുക്കിയെടുത്തിട്ട് ഗാന്ധിയുടെ ഒരു ചിത്രം ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല. ഗാന്ധി തെറ്റെന്ന് സ്ഥാപിക്കാൻ ഒരു പ്രയാസമില്ല കേട്ടോ. കാരണം 100 വോള്യം ഉണ്ട്. അതിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെറുക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാന്ധിയെ ശരിയാക്കാനും പറ്റും, തെറ്റാക്കാനും പറ്റും. അത് വളരെ എളുപ്പമുള്ള പണിയാണ്. പക്ഷേ ഗാന്ധി എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും നിഗമനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജൈവ പ്രക്രിയയാണ് എന്ന് കണ്ടാൽ ഗാന്ധിയിൽ അത്ര എളുപ്പം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. ഇപ്പം അംബേദ്കർ ബോബി തോമസ് ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് വൈക്കം സത്യാഗ്രഹത്തെ മുൻനിർത്തി പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് പുസ്തകത്തിലേക്ക് വരാമെന്ന് കരുതിയിട്ടാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സന്ദർഭത്തിൽ ജനതയിൽ എഴുതിയ ലേഖനത്തിൽ അംബേദ്കർ പറയുന്നുണ്ട്, ഇന്ന് ഇന്ത്യയിലെ അസ്പൃശ്യരെ സംബന്ധിച്ച് പരമപ്രധാനമായ സമരം വൈക്കത്ത് നടക്കുന്നതാണ്. ഗാന്ധിയാണ് ആ സമരത്തിൻ്റെ നേതൃത്വം. അദ്ദേഹം 2 ഊന്നലുകൾ അവിടെ നടത്തുന്നുണ്ട്. ഗാന്ധി അയിത്തോച്ചാടനത്തിന് നൽകിയ പരിഗണന വേണ്ടത്ര ഇല്ല എന്ന വിമർശനം നമുക്കുണ്ട്. ഖാദിക്കും ഹിന്ദു മുസ്ലിം ഐക്യത്തിനും അദ്ദേഹം നൽകിയ അതേ പ്രാധാന്യം അദ്ദേഹം അയിത്തോച്ചാടനത്തിന് നൽകിയിട്ടില്ല. കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായി അയിത്തോച്ചാടനത്തെ സ്വീകരിക്കാനായി ഗാന്ധി തയ്യാറായില്ല. അതൊരു പോരായ്മയാണ്. പക്ഷേ ആ പോരായ്മ നിലനിൽക്കുമ്പോൾ തന്നെ അംബേദ്കർ പറയുന്നുണ്ട്, മറ്റൊരാളും ഇക്കാര്യം പറയാനില്ല എന്നിരിക്കെ ഗാന്ധി നടത്തിയ ഇടപെടലുകൾ നമ്മെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ളതാണ്. ഇത് 24-25 ഘട്ടത്തിൽ അംബേദ്കർ പറയുന്നുണ്ട്. പൂന പാക്റ്റിന് ശേഷം ഗാന്ധി അത്ഭുതകരമായ വിധത്തിൽ തന്നോടൊപ്പമായിരുന്നു എന്ന് പറയുന്ന അംബേദ്കറെ നമുക്ക് കാണാനായിട്ട് കഴിയും. തൻ്റെ ശത്രുവാണ് എന്ന് താൻ കരുതിയ ഗാന്ധി വാസ്തവത്തിൽ തൻ്റെ നിലപാടിനോട് ചേർന്നു വരുന്നു എന്ന കാര്യം അംബേദ്കർ ആ ഘട്ടത്തിൽ എഴുതുന്നുണ്ട്. മാത്രമല്ല, കമ്മ്യൂണൽ അവാർഡിൽ നിന്ന് ജനറൽ റിസർവേഷൻ എന്ന തത്വത്തിലേക്ക് തിരിഞ്ഞ സമയത്ത് തന്നെ ഈ 2ാം വട്ടമേശ സമ്മേളനത്തിലും തുടർന്നുണ്ടായ സന്ദർഭങ്ങളിലും അടിമുടി എതിർത്തുകൊണ്ടിരുന്ന ഒരാൾ തൻ്റെ എതിരാളികൾക്കൊപ്പം ചേരാതെ തന്നോടൊപ്പം ചേർന്നത് തന്നെ ആശ്ചര്യപ്പെടുത്തി എന്ന കാര്യം അംബേദ്കർ പറയുന്നുണ്ട്. ഇത് അംബേദ്കർ തന്നെ പറയുന്നതാണ്. നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള ആശയങ്ങളൊന്നും നമ്മുടെ കേരളത്തിലെ ചർച്ചകളിൽ എവിടെയും വരില്ല. അംബേദ്കർ ഗാന്ധിയെ പറഞ്ഞ ചീത്ത മാത്രമേ നമ്മുടെ അക്കൗണ്ടിലുള്ളൂ. അംബേദ്കർ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. 1954 സെപ്റ്റംബറിൽ രാജ്യസഭയിൽ നടത്തിയ അവസാനകാല പ്രസംഗങ്ങളിലൊന്നിൽ ഇന്ത്യയിലെ ദളിത് ജനതയ്ക്കായി ഭൂമി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിക്കണമെന്നും ആ ട്രസ്റ്റിന് ഗാന്ധിയുടെ പേര് നൽകണം എന്നും നിർദ്ദേശിക്കുന്നത് അംബേദ്കറാണ്. അങ്ങനെയും ചെയ്യുന്നൊരു അംബേദ്കറുണ്ട്. അതിനുശേഷം അദ്ദേഹം BBC-ക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ ഗാന്ധിയെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. അത് 55-ലാണ്. അതുകൊണ്ട് 54-ലും 55-ലും 25-ലും 32-ലും ഒക്കെ അംബേദ്കർ ഗാന്ധിയെക്കുറിച്ച് വച്ചു പുലർത്തുന്ന വീക്ഷണം പല ഊന്നലുകളുള്ളതാണ്. ഞാനിതൊരു കുറ്റമായിട്ട് പറയല്ല. ഓരോ സമൂഹ സന്ദർഭത്തിലും ഓരോ യാഥാർത്ഥ്യവുമായുള്ള അഭിമുഖീകരണത്തിൻ്റെ സന്ദർഭത്തിലും തങ്ങൾ നേരിടേണ്ടി വന്ന യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയാണ് അവരൊക്കെ സംസാരിച്ചത്. ഈ പുസ്തകത്തെ സംബന്ധിച്ച് കേന്ദ്രീകരിച്ച് പറഞ്ഞാൽ
3 പ്രമേയങ്ങളാണ് ഇതിനകത്തുള്ളത്. വൈക്കത്തെ ഗാന്ധിജിയും അംബേദ്കറും. അതിലൊന്ന് ഗാന്ധിജിയാണ് സംശയരഹിതമായും, 2 അംബേദ്കറാണ്, 3 വൈക്കം സത്യാഗ്രഹമാണ്. ഈ പുസ്തകത്തിൻ്റെ മൗലികമായൊരു പ്രാധാന്യം ഈ 3 പ്രമേയങ്ങളെയും സുസ്ഥിരവും സ്തബ്ധവും ശാശ്വതവുമായി ഉറപ്പിക്കാൻ ഈ പുസ്തകം ശ്രമിക്കുന്നില്ല എന്നതാണ്. മറിച്ച് ഇതിനെ ചലനാത്മകമായ, സംവാദാത്മകമായ, പലപ്പോഴും സംഘർഷപൂർണമായ ചരിത്ര സന്ദർഭങ്ങളോ പ്രക്രിയകളോ ആയി നോക്കാനാണ് ഈ പുസ്തകം ശ്രമിക്കുന്നത്. ചരിത്രത്തിൻ്റെ അടിസ്ഥാന പ്രകൃതം അത് ചലനാത്മകവും വൈരുദ്ധ്യനിർഭരവുമാണ് എന്നതാണ്. ആ വൈരുദ്ധ്യനിർഭരതയെ ആകാവുന്നത്ര തുറന്നു കാണിക്കാനും ആകാവുന്നത്ര വിലയിരുത്താനും ഉള്ള ശ്രമം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. ഗാന്ധിയെ വിലയിരുത്തുമ്പോൾ ഗാന്ധിയോട് സാധാരണ നിലയിലുള്ള ഗാന്ധിയുടെ അനുയായികൾ വച്ചു പുലർത്തുന്ന അത്യാദരവിൻ്റെയും ദൈവതുല്യമായ ഒരു അവതാര പരിവേഷത്തിൻ്റെയും ഒന്നും ഭാഷ ഇതിലില്ല. ഗാന്ധിയുടെ പോരായ്മകളെ, ഗാന്ധിയുടെ വീക്ഷണത്തിൻ്റെ പരിമിതികളെ, അതിൻ്റെ ചരിത്രപരമായ അല്ലെങ്കിൽ സ്വഭാവമൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഗാന്ധിയുടെ വീക്ഷണവിശേഷങ്ങളുടെ പലതരത്തിലുള്ള പോരായ്മകളെ ബോബി തോമസ് ഇതിലെടുത്ത് പറയുന്നുണ്ട്. ഗാന്ധി മാറിക്കൊണ്ടിരുന്ന ആരാണ് എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പങ്കജ് മിശ്ര അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ രസമായിട്ട് പറയുന്നൊരു കാര്യം, ഗാന്ധി 1869 ജനിച്ച് 19 വയസ്സ് 20 വയസ്സായപ്പോൾ ലണ്ടനിലേക്ക് പോയി. 3 കൊല്ലക്കാലം അവിടെ ബാരിസ്റ്റർ ബിരുദമൊക്കെ നേടി 92 തിരിച്ചു വന്നു. പിന്നെ കുറച്ചു കാലം ഇന്ത്യയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. പിന്നെ ഗാന്ധി തിരിച്ചു വരുന്നത് 2015 ജനുവരി 9 അദ്ദേഹം പിന്നെ ബോംബെയിൽ കപ്പലിറങ്ങുന്നത്. ഇടയ്ക്ക് 1-2 തവണ വന്നുപോയി. ഗാന്ധി ഇന്ത്യയിൽ കപ്പലിറങ്ങുമ്പോൾ ഗാന്ധിക്ക് 45 വയസ്സാണ്. പങ്കജ് മിശ്ര പറയുന്നത് ഈ 45 വയസ്സിനിടയിൽ ഇന്ത്യയിലെ ദരിദ്രനായ ഒരു ഗ്രാമീണൻ്റെയോ കർഷകൻ്റെയോ യഥാർത്ഥ ജീവിതം ഗാന്ധി ഒരിക്കൽ പോലും അഭിമുഖീകരിച്ചിട്ടില്ലായിരുന്നു എന്നാണ്. അങ്ങനെ ഒരാളാണ്. പക്ഷേ പിന്നീടുള്ളൊരു 3 പതിറ്റാണ്ട് കൊണ്ട് ഇന്ത്യയിലെ കോടിക്കണക്കായ ഗ്രാമീണരെയും കർഷകരെയും കൂട്ടിയിണക്കി ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ശില പാകുന്ന ആളുകളിൽ ഒരാളായി മാറുന്നത് ഈ മനുഷ്യനാണ്. ഗാന്ധി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഷിഫ്റ്റ് ചെറുതൊന്നുമല്ല. കാരണം ഗാന്ധിക്ക് മുമ്പ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം, ബോബി തോമസ് അത് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അടിസ്ഥാനപരമായി ഹിന്ദു ദേശീയതയാണ്. തിലകനാകട്ടെ, ലാലാ ലജ്പത് റായ് ആകട്ടെ, അരവിന്ദ ഘോഷാകട്ടെ, ബിപിൻ ചന്ദ്രപാലാകട്ടെ, വന്ദേമാതരം ബങ്കിം ചന്ദ്രൻ മുതലാരംഭിക്കുന്ന വന്ദേമാതര പാരമ്പര്യമാകട്ടെ, പ്രഭവങ്ങളും പ്രേരണകളും നേതാക്കളും ഒക്കെ ഹൈന്ദവമായൊരു ചട്ടക്കൂടിനകത്താണ്. അതാദ്യം പൊളിക്കുന്നത് ഗാന്ധിയാണ്. 1917 ഗാന്ധി നടത്തുന്ന സമരം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ മുദ്രാവാക്യം വളരെ പ്രധാനമാണ്. കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്നതായിരുന്നു. കർഷകരെന്ന് പറയുന്ന ഒരു പുതിയ എൻറ്റിറ്റി നിലവിൽ വരികയും അവരുടെ ഏജൻസിയെ അക്കാലം വരെ ദേശീയതയുടെ മുൻനിരയിലുണ്ടായിരുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാർ, മധ്യകാല രാജാക്കന്മാർ, പഴയ നാടുവാഴി പ്രമാണിമാർ, അവരുടെ എല്ലാം മുന്നിലേക്ക് കോടാനുകൂടി വരുന്ന നിസ്വരായ കർഷകരെ ആദ്യം കയറ്റി നിർത്തുന്ന ആൾ ഗാന്ധിയാണ്. പിന്നീട് അത് ഉടനീളം അദ്ദേഹം സ്വീകരിച്ചു. അത് ചർക്കയിലായാലും, അത് നിയമലംഘനത്തിലായാലും, ഉപ്പ് സത്യാഗ്രഹത്തിലായാലും, സ്വദേശിയിലായാലും ഒക്കെ സാധാരണ മനുഷ്യരുടെ ജീവിതം. ഇർഫാൻ ഹബീബ് അതേക്കുറിച്ച് പറയുന്നൊരു വാക്യമുണ്ട്. ഇർഫാൻ പറയുന്നത് ഈ അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ നിന്നല്ല, മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങണം എന്ന തന്ത്രം, ഇടതുപക്ഷ തന്ത്രം ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചത് ഗാന്ധിയാണ്. കാരണം കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, യുവാക്കൾ എന്നെല്ലാമുള്ള ജാതിക്കും മതത്തിനും പ്രദേശത്തിനും ഭാഷയ്ക്കും ഒക്കെ കുറുകെ പോകുന്ന സാമൂഹ്യ വിഭാഗങ്ങളും അവരുടെ രാഷ്ട്രീയമായ ഏജൻസിയും നിർവാഹകത്വവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് വരുന്നതിൻ്റെ കാരണം പ്രഭവമായി മാറിയത് ഗാന്ധിയുടെ ഇടപെടലാണ്. ഇതാണ് ഗാന്ധിയുടെ പരമപ്രാധാന്യം. ആ വഴിത്തിരിവിലാണ് അതുവരെ മതാത്മകമായിരുന്ന ഇന്ത്യൻ ദേശീയത മതനിരപേക്ഷമായ ഒരു ഭാവനയിലേക്ക് തിരിയുകയും പിന്നീടൊരു 1/4 നൂറ്റാണ്ട് കാലം കൊണ്ട് ഒരു സെക്യുലർ നാഷണലിസം എന്ന് പറയുന്നതിനോട് കുറേയൊക്കെ അടുത്ത് വരികയും ചെയ്തത്. കുറേയൊക്കെ എന്നേ ഞാൻ പറയുന്നുള്ളൂ.
ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഹൈന്ദവമായ വീക്ഷണങ്ങൾ എപ്പോഴെങ്കിലും സമ്പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാനൊന്നും കഴിഞ്ഞില്ല. ദേശീയതയ്ക്കുള്ളിൽ തന്നെ ഹിന്ദുത്വത്തിൻ്റെ അന്തർധാര അതിശക്തമായി എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. മദനമോഹന മാളവിയും പുരുഷോത്തം ദാസ് ടണ്ടനും രാജേന്ദ്രപ്രസാദും പട്ടേലും ഒക്കെ ഉള്ളവരിലൂടെ പല അനുപാതത്തിൽ അത് ഒഴുകിക്കൊണ്ടിരുന്നു. പക്ഷേ ആ ഒഴുക്കിനെ ഇന്ത്യൻ ദേശീയതയ്ക്ക് മുകളിലുള്ളൊരു ഭീമാകാരമായ ശക്തിയാകാൻ അനുവദിക്കാതിരുന്നതിൽ ഗാന്ധിക്ക് നിർണായകമായ റോളുണ്ടായിരുന്നു. ഇന്ത്യൻ ഗ്രാമീണരിൽ നിന്ന്, അത് ആശീഷ് നന്ദി പറയുന്നുണ്ട്, നാം കാണാത്തൊരു ഗാന്ധിയുണ്ട്. ഇന്ത്യൻ ഗ്രാമജനതയുടെ അടിസ്ഥാന ഭാവുകത്വത്തെ ഹൃദയം കൊണ്ട് അഭിമുഖീകരിക്കുന്ന ഒരു ഗാന്ധി എന്ന നിലയിൽ. ഒപ്പം തന്നെ ഞാൻ കരുതുന്നത് 1945 മുതൽ 1948 വരെയുള്ള 3 വർഷക്കാലം വിഭജനം യാഥാർത്ഥ്യമായതിനു ശേഷം ഗാന്ധി എടുത്ത നിലപാടുകളും അവസാനത്തെ 144 ദിവസം ഡൽഹിയിൽ താമസിച്ചുകൊണ്ട് വർഗീയതയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ സമരവും ഏതാണ്ട് ബോധപൂർവം തന്നെ ഏറ്റുവാങ്ങിയ രക്തസാക്ഷിത്വവും ഇല്ലായിരുന്നു എങ്കിൽ 950-അപ്പുറത്തേക്ക് ഈ രാജ്യം ഉണ്ടാകുമായിരുന്നില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഗാന്ധിയുടെ ചോരയിൽ ഉറച്ചതാണ് ഈ രാജ്യം, അല്ലെങ്കിൽ ഉറക്കില്ലായിരുന്നു. പട്ടാളം വർഗീയമായി കഴിഞ്ഞിരുന്നു, പോലീസ് വർഗീയമായി കഴിഞ്ഞിരുന്നു. നെഹ്റു ഗാന്ധിയോട് പറയുന്നുണ്ട്, അവർ അനുസരിക്കുന്നില്ല. കലാപം തടയാനായിട്ട് പട്ടാളത്തെ ഇറക്കണമെന്ന് പറയുന്ന സമയത്ത് നെഹ്റു പറയുന്നുണ്ട്, അവരനുസരിക്കുന്നില്ല. ഇങ്ങനെ ചെതറിപ്പോയ പട്ടാളത്തെയും പോലീസിനെയും ജനങ്ങളെയും തൻ്റെ ആത്മബലം കൊണ്ട് ഗാന്ധി തിരിച്ചു പിടിച്ചത് തൻ്റെ ജീവൻ ബലി കൊടുത്തിട്ടാണ്. അതൊന്നും ഇപ്പോൾ ആരും അങ്ങനെ ഓർക്കുന്നില്ല. വാസ്തവത്തിൽ ഗാന്ധിയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തേക്കാൾ മഹിമയുള്ള ഒന്നായി തീർന്നത് ഈ രാജ്യത്തിൻ്റെ രൂപീകരണത്തിന് അത് നൽകിയ സംഭാവന. ഇതിനിടയിൽ അദ്ദേഹത്തിന് ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട്. ഇപ്പം അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് ആശുപത്രിക്കെതിരായിരുന്നു. ഹിന്ദു സ്വരാജ് നോക്കിയാൽ ആശുപത്രിയൊക്കെ ധാരാളം ചീത്ത പറയുന്നുണ്ട്. പക്ഷെ അപ്പൻഡിക്സ് വന്നപ്പോൾ ഓപ്പറേറ്റ് ചെയ്തു. തീവണ്ടിക്കെതിരായിരുന്നു. തീവണ്ടിയിലാണ് മൂപ്പർ മുഴുവൻ യാത്ര ചെയ്തത്. എന്ന് മാത്രമല്ല, എല്ലാ സ്റ്റേഷനിലും ഇറങ്ങിയ ആളുകളോട് സംസാരിക്കുകയും ചെയ്യും. ഓരോ തീവണ്ടി യാത്രയും ഒരു 25 പൊതുയോഗമാണ്. എല്ലാ സ്റ്റേഷനിലും ആയിരക്കണക്കിന് ആൾ വരും, അവരോടൊക്കെ സംസാരിക്കും. കത്തെഴുതലിനെതിരായിരുന്നു അത്രേ. അത് പങ്കജ് മിശ്രയല്ല ഞാൻ വായിച്ചത്. കത്ത് മനുഷ്യർക്കിടയിലെ സ്വാഭാവിക ബന്ധങ്ങളെ ദുർബലപ്പെടുത്തുന്നതായിരുന്നു ഗാന്ധിയുടെ ഒരു നിരീക്ഷണം. എല്ലാ ദിവസവും 100-300 കത്തെഴുതിയിരുന്ന ആളാണ്. പങ്കജ് മിശ്ര പറയണത് 1,06,000 കത്ത് ഗാന്ധി എഴുതിയിട്ടുണ്ടെന്നാണ്. ആ കണക്കിൻ്റെ സോഴ്സ് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കത്ത് എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ്. സ്ത്രീകൾ വീട്ടിൽ കഴിഞ്ഞാൽ മതി എന്നാണ് ഗാന്ധിയുടെ പൊതുവായ വീക്ഷണം. പക്ഷേ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്കും പൊതുജീവിതത്തിലേക്കും സ്ത്രീകൾ വന്നത് ഗാന്ധി വഴിയാണ്. ഇങ്ങനെ തന്നെ നിരാകരിക്കുന്ന ഒരു ഗാന്ധിയിലുണ്ട്. അതുകൊണ്ട് ഗാന്ധിയെ ആകമാനം കണ്ടാൽ ഈ വൈരുദ്ധ്യം നമുക്ക് കാണാൻ പറ്റും. വാൾട്ട് വിറ്റ്മാൻ എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രശസ്തനായ കവി കവിതയെക്കുറിച്ച് പറഞ്ഞൊരു വാക്യമാണ്. പക്ഷെ അത് ഗാന്ധിക്കും വലിയ മനുഷ്യർക്കൊക്കെ ചേരും. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഡു ഐ കോൺട്രഡിക്റ്റ്? എന്നിൽ വൈരുദ്ധ്യമുണ്ടോ? ഡു ഐ കോൺട്രഡിക്റ്റ്? യെസ്, ഐ കോൺട്രഡിക്റ്റ്. ഉവ്, എന്നിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഐ ആം ലാർജ്, ഞാൻ വലുതാണ്. ഐ കണ്ടെയ്ൻ മൾട്ടിറ്റ്യൂഡ്സ്, ഞാൻ ജനസഞ്ചയങ്ങളെ ഉൾക്കൊള്ളുന്നു. ഈ ജനസഞ്ചയങ്ങളെ ആകമാനം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഒറ്റ വഴിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ബോബി തോമസ് ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അംബേദ്കർ, അത് പാർത്ഥ ചാറ്റർജി ഗാന്ധി അംബേദ്കർ ഡിബേറ്റിനെ കുറിച്ചുള്ള ചർച്ചയിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയെ ചെതറി നിൽക്കുന്ന ജാതി കൊണ്ട്, മതം കൊണ്ട്, നാട്ടുരാജ്യങ്ങൾ, പ്രദേശങ്ങൾ, ഭാഷകൾ, ഇങ്ങനെ ചെതറിത്തെറിച്ച പല കഷ്ണങ്ങളായി നിൽക്കുന്ന ഒരാൾക്കൂട്ടത്തിൽ നിന്ന്, ഒരു കലക്കത്തിൽ നിന്ന് ദേശീയമെന്ന് വിളിക്കാവുന്നൊരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ അജണ്ട. അതിനെ പാർത്ഥ ചാറ്റർജി ഹോമോജനിറ്റി എന്ന് വിളിക്കുന്നു. എന്നാൽ ഈ ഹോമോജനസ് എന്ന്, ഏകമാനകം എന്ന് കരുതാവുന്ന സങ്കല്പിക്കപ്പെടുന്നൊരു സമൂഹത്തിനുള്ളിലെ വൈരുദ്ധ്യത്തിലായിരുന്നു അംബേദ്കറുടെ കണ്ണ്. കാരണം അത് ജാതിയാണ്. അതുകൊണ്ട് ജാതിയെ അഭിസംബോധന ചെയ്യുന്ന ഒരാൾക്കൊരു ദേശീയ സമൂഹം എന്ന ആശയത്തെ ഏറെയൊന്നും സ്വീകരിക്കാൻ കഴിയില്ല. അത് അംബേദ്കർ ഗാന്ധിയോട് തന്നെ നേരിട്ട് പറയുന്നുണ്ടല്ലോ. താങ്കളുടെ ശ്രമങ്ങൾ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം വൈകിപ്പിക്കും എന്ന് ഗാന്ധി അംബേദ്കറോട് പറഞ്ഞ സമയത്ത് അംബേദ്കർ ഗാന്ധിയോട് പറയുന്നത് കിടിലം വാക്യമാണ്: മിസ്റ്റർ ഗാന്ധി, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്. ഞങ്ങൾക്കൊരു മാതൃരാജ്യം ഇല്ല. അത് വളരെ ബ്ലേറ്റൻ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. എന്ത് മാതൃരാജ്യം?
വഴി നടക്കാൻ അവകാശമില്ലാത്ത, കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തുവിടാത്ത, കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ വയ്യാത്ത, പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ പോലും അവകാശമില്ലാത്ത മനുഷ്യർക്ക് എന്ത് മാതൃരാജ്യം? അതുകൊണ്ട് ജാതി എന്ന കേന്ദ്ര പ്രശ്നത്തിൽ ഊന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേശീയ സമൂഹം എന്നൊരു ഭാവനയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില പ്രയാസങ്ങൾ നേരിടും. ദേശീയ സമൂഹം എന്ന ആശയത്തെ ഏറ്റെടുത്ത് ബ്രിട്ടീഷ് വിരുദ്ധമായൊരു സമരമുഖം തുറക്കാൻ ശ്രമിച്ചാൽ നിശ്ചയമായും നിങ്ങൾക്ക് ജാതിയെ അഭിസംബോധന ചെയ്യുന്നതിൽ ചില വൈരുദ്ധ്യങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും. ഈ വൈരുദ്ധ്യങ്ങൾ ചരിത്രത്തിനകത്തുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളുടെ രണ്ട് പ്രതലങ്ങളായിട്ടാണ് ഗാന്ധിയെയും അംബേദ്കറെയും കാണേണ്ടത് എന്ന് പാർത്ഥ ചാറ്റർജി അതേക്കുറിച്ചുള്ള പഠനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് ആ രൂപത്തിലല്ലെങ്കിലും അതാണ്ട് അതേ ആശയം ബോബി തോമസ് ഈ പുസ്തകത്തിൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഗാന്ധിയുടെ ലക്ഷ്യം ഏകമാനമായൊരു ദേശീയ സമൂഹത്തെ പരമാവധി ബലപ്പെടുത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഐത്തോച്ചാടനത്തെ പോലും അതിനുള്ളിലൊരു പിളർപ്പുണ്ടാക്കാൻ പോന്ന മട്ടിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഗാന്ധി ആഗ്രഹിക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ ഗാന്ധി പറയുന്നുണ്ട്, ഈ ദേശീയ സ്വാതന്ത്ര്യ സമരം എന്നുള്ളൊരു ഭാരം ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ മുഴുവൻ ജീവിതവും ജാതിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ നീക്കിവെച്ചേനെ എന്ന് പറയുന്നുണ്ട്. ഗാന്ധിയുടെ ജാതി സങ്കല്പത്തിലും മാറ്റം വരുന്നുണ്ട് കേട്ടോ. 20കളിലൊക്കെ നാരായണ ഗുരുവിനെ കാണാൻ വരുന്ന സമയത്ത് ജാതി ശരിയാണെന്ന് ഗുരുവിനെ ബോധ്യപ്പെടുത്തുന്ന ഗാന്ധിയെ നമുക്ക് കാണാം. പക്ഷേ 30കളാവുമ്പോഴേക്കും ആ കാലത്തൊക്കെ അദ്ദേഹം അയിത്തമാണ് പ്രോബ്ലമായിട്ട് കണ്ടത്. ജാതി സ്വാഭാവികമാണ്, അയിത്തം തെറ്റാണ് എന്നതായിരുന്നു. 30കളുടെ അവസാനം ആവുമ്പോഴാണ് അയിത്തം എന്ന് പറയുന്നത് ജാതിയുടെ ഒരു ഉപോൽപ്പന്നമാണ്, ജാതി പോകാതെ ഇത് പ്രയാസമാണ്. അദ്ദേഹം 1936 എഴുതുന്നൊരു ലേഖനത്തിൻ്റെ ശീർഷകം കാസ്റ്റ് ഹാസ് ടു ഗോ എന്ന് തന്നെയാണ്. ജാതി പോകണം. ആ ഒരു നിലയിലേക്ക് മാറി വരുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ പോലും ഒരു ശീർഷകത്തിനപ്പുറം ജാതി നിർമൂലനം എന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാന രാഷ്ട്രീയ കാര്യപരിപാടിയാക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. അത് ഗാന്ധിയുടെ വീക്ഷണത്തിലെ മൗലികമായൊരു പരാധീനതയായി, പോരായ്മയായി അദ്ദേഹത്തിലുണ്ട്. അത് തുറന്ന് സമ്മതിക്കുന്നതിൽ നമുക്കെന്തെങ്കിലും പ്രയാസം തോന്നേണ്ട കാര്യമില്ല. അത് ഗാന്ധിയോടുള്ള അനാദരവുമല്ല. ഇപ്പോൾ പണ്ട് വിജയമാഷ് പറയുന്നൊരു വാക്യമാണ് എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയിട്ടുള്ളത്. ഒരാളെ ബഹുമാനിക്കാനുള്ള വഴി അയാളോടുള്ള അഭിപ്രായ വ്യത്യാസം അയാളോട് തന്നെ പറയലാണ്, അല്ലാതെ അയാളെല്ലാം ശരിയാണെന്ന് പറയലല്ല. അഭിപ്രായ വ്യത്യാസം പറയാം. ഗാന്ധിയിൽ ഈ പ്രശ്നമുണ്ട്. പക്ഷെ അതേസമയം ദേശീയ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അപ്രധാനമായിരുന്നുവെന്നും ബ്രിട്ടീഷ് ഭരണം ഇന്ത്യക്കാകമാനം സ്വർഗരാജ്യമാണ് വാഗ്ദാനം ചെയ്തത് എന്നുമെല്ലാമുള്ള വിദണ്ഡവാദങ്ങൾ വാസ്തവത്തിൽ നാം ഉന്നയിച്ചുകൂടാ. ഇപ്പോൾ അക്ബറുടെ കാലത്ത് ലോക വിപണിയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം 27% 947 അത് 1.6%. ദാദാഭായ് നവറോജി അടക്കം എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്നുള്ള കൊള്ള മുതൽ കൊണ്ട് യൂറോപ്പ്, ബ്രിട്ടൻ അതിൻ്റെ നാഗരികത പടുത്തുയർത്തുന്നതെന്ന് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഗ്രാമ ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണായി. ഇന്ത്യൻ ജനതയെ മുഴുവൻ ഫ്രാൻസ് ഫാനനൊക്കെ പിന്നീട് പറഞ്ഞതുപോലെ എന്താ പറയുക, സ്കിസോഫ്രീനിക്കായി, വിഭക്ത വ്യക്തിത്വങ്ങളാക്കി. ഒരു ഭാഗത്ത് അപ്പുറത്തും മറുഭാഗത്ത് ഇപ്പുറത്തും, പാരമ്പര്യത്തിൻ്റെ പേരും ആധുനികതയുടെ പേരും, രണ്ടിലും നിക്കക്കള്ളിയില്ലായ്മയും. ഈ വിഭക്താവസ്ഥയൊക്കെ ഗാന്ധി തിരിച്ചറിയുന്നുണ്ട്. അതിനോട് ഗാന്ധി ഏറ്റുമുട്ടുന്നുണ്ട്. നമ്മളിന്ന് പോസ്റ്റ് കൊളോണിയൽ എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ ഗാന്ധി 1920-30കളിൽ പറഞ്ഞു തുടങ്ങി. അത് ചെറിയ കാര്യമൊന്നുമല്ല. കാരണം ബ്രിട്ടനല്ല പ്രശ്നം, അത് മുമ്പോട്ട് വയ്ക്കുന്ന ജീവിത വീക്ഷണമാണ്. ഇപ്പോൾ ഹോച്ചിമിനെ കണ്ട സമയത്ത് കേദാമോദരൻ ഹോച്ചിമിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ പാർട്ടിയും ഏതാണ്ട് ഒരേ കാലത്തുണ്ടായതാണ്. നിങ്ങൾ അധികാരത്തിലെത്തി, ഞങ്ങൾ അധികാരത്തിലെത്താനുള്ള ഒരു സാധ്യതയില്ല. എന്തുകൊണ്ടായിരിക്കും? എന്താണ് കാരണം? ഹോച്ചിമിൻ ഒരു ചെറിയ വാക്യം പറഞ്ഞുള്ളൂ. ഹോച്ചിമിൻ പറഞ്ഞത്, നിങ്ങൾക്ക് അവിടെ ഒരു ഗാന്ധിയുണ്ട്, ഇവിടെ ഞാനാണ് ഗാന്ധി എന്ന് പറഞ്ഞു. അത് ഗാന്ധിയുടെ ഒരു ധാർമ്മികത മാത്രമല്ല, ദേശീയമായൊരു സാമൂഹ്യ നിർമ്മിതിയുടെ കേന്ദ്രമായി നിൽക്കാൻ കഴിഞ്ഞു ഗാന്ധിക്ക് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇന്ത്യൻ സമൂഹ ജീവിതത്തിൻ്റെ എല്ലാ അടരുകളെയും അഭിസംബോധന ചെയ്യാനോ, ഇന്ത്യൻ സമൂഹ ജീവിതത്തിൽ ഏറ്റവും ആഴത്തിൽ വേരാഴ്ത്തി നിൽക്കുന്ന ജാതി എന്ന സാമൂഹിക ഹിംസയെ മറികടക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനുള്ള ശ്രമമായിരുന്നു, ആ മുഖമാണ് അംബേദ്കർ തുറന്നത്. അതുകൊണ്ട് ഗാന്ധിയിലൊരഭാവത്തെയാണ് അംബേദ്കർ
അഭിമുഖീകരിക്കാൻ ശ്രമിച്ചത്. സ്വാഭാവികമായിട്ട് അതിനിടയിൽ സംഘർഷങ്ങളുണ്ടാവും. ആ സംഘർഷങ്ങൾ പല തട്ടുകളിലൂടെ കടന്നു പോന്നിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ ചേർന്ന് നിൽക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈക്കം സത്യാഗ്രഹം കഴിഞ്ഞ സമയത്ത്, അതുപോലെ പ്രസിദ്ധമായ പൂന പാക്റ്റിന് ശേഷമുള്ള ചെറിയൊരിടവേളയിൽ ഇപ്പോൾ കമ്മ്യൂണൽ ഇലക്ടറേറ്റ് 78 സംവരണ മണ്ഡലങ്ങളാണ് നിർദ്ദേശിച്ചിരുന്നത്. ജനറൽ റിസർവേഷനിലേക്ക് മാറിയ സമയത്ത് പൊതുമണ്ഡലങ്ങളിലെ സംവരണം എന്ന നിലയിലേക്ക് മാറിയതോടെ അത് 148 സംവരണ മണ്ഡലങ്ങൾ എന്ന നിലയിലേക്ക് 78-ൽ നിന്ന് അത് മാറി. അതിനെ പരാജയപ്പെടുത്താൻ ഹിന്ദു മഹാസഭയുടെ നേതാക്കളടക്കമുള്ള ആളുകൾ നിലപാടെടുത്ത സമയത്ത് തന്നെ പിന്തുണച്ചത് ഗാന്ധിയാണെന്നും താൻ ഗാന്ധിയോട് അക്കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്നു എന്നും അംബേദ്കർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടും കൊടുത്തുമുള്ള കൈമാറലുകളുടെ സങ്കീർണമായൊരു ചരിത്രത്തിനുള്ളിലാണ് ഗാന്ധി അംബേദ്കർ ഡിബേറ്റ് നടക്കുന്നത്. അതല്ലാതെ സുസ്ഥിരമായ അന്യോന്യ ശത്രുതയുടെ നിശ്ചല സ്ഥാനങ്ങളല്ല. അത്തരം നിശ്ചല സ്ഥാനങ്ങളിൽ ഗാന്ധിയെ അംബേദ്കറെ ഉറപ്പിക്കാൻ അതിലേറ്റവും സമീപകാലത്ത് ഏറ്റവും വിനാശകരമായ രീതിയിൽ, താർക്കികമായ രീതിയിൽ, അസത്യം നിറഞ്ഞ രീതിയിൽ അത് അവതരിപ്പിച്ചതിൽ അരുന്ധതി റോയ്ക്ക് വലിയ പങ്കുണ്ട്. ഡോക്ടർ ആൻഡ് ദ സെയിൻ്റ് എന്ന അവരുടെ ആമുഖം വാസ്തവത്തിൽ ചെറിയിപ്പിക്ക് നടത്തി തനിക്കാവശ്യമുള്ള ചില വാദഗതികൾ എടുത്ത് അങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു ചിത്രമാണ് അതിൽ അവരവതരിപ്പിച്ചത്. അക്കാര്യവും ഈ പുസ്തകം സമഗ്രമായി പരിശോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകത്തെ സംബന്ധിച്ച് ഏറ്റവും മൗലികമായ ഒരു പ്രാധാന്യമായി ഞാൻ കാണുന്നത് ചരിത്രത്തിൻ്റെ സങ്കീർണമായ ദശാസന്ധിയിൽ ഇന്ത്യയുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ നോക്കിക്കാണാനും അതിലിടപെടാനും ശ്രമിച്ച 2 മഹാവ്യക്തിത്വങ്ങളെ ആ വൈരുദ്ധ്യങ്ങളെ മറച്ചു വയ്ക്കാതെ അവരിൽ തന്നെയുള്ള ഭിന്ന ഭിന്നങ്ങളായ ഊന്നലുകളെ ഒളിച്ചു പിടിക്കാതെ, എന്നാൽ അതിലൊന്ന് അന്തിമ ശരി മറ്റത് സമ്പൂർണമായ തെറ്റ് എന്ന താർക്കികമായ ഒരു ഹിംസാത്മക യുക്തിയിലേക്ക് നീങ്ങാതെ അതിനെ ചരിത്രത്തിൽ കോണ്ടെക്സ്ച്വലൈസ് ചെയ്യാനുള്ള വലിയ ശ്രമം ഈ പുസ്തകത്തിലുണ്ട്. അതാണ് ഞാൻ ഇതിന് വളരെ സവിശേഷമായ പ്രാധാന്യമുണ്ട് എന്ന് തുടക്കത്തിൽ പറഞ്ഞത്. അത് ഈ പ്രക്രിയ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള പരിശോധനയിലും, വൈക്കം സത്യാഗ്രഹം വാസ്തവത്തിൽ അംബേദ്കർ ഗാന്ധി ഡിബേറ്റിൻ്റെ ഒരു ഭൂമിക എന്ന നിലയിലാണ് ബോബി തോമസ് ഈ പുസ്തകത്തിൽ എടുത്തിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ളൊരു പുസ്തകം മാത്രമല്ല, ഗാന്ധി അംബേദ്കർ ഡിബേറ്റിനെ പ്ലേസ് ചെയ്യാനുള്ള, അതിനെ അവതരിപ്പിക്കാനുള്ള ഒരു സ്ഥലരാശി, ഒരു സന്ദർഭം എന്ന നിലയിലാണ് വൈക്കം സത്യാഗ്രഹം ഇതിൽ വരുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൽ ഈ പ്രശ്നമുണ്ട്. വൈക്കം സത്യാഗ്രഹം വിജയിച്ച സമരമൊന്നുമല്ല. വൈക്കം സത്യാഗ്രഹം മുന്നോട്ട് വച്ച മുദ്രാവാക്യങ്ങൾ, ഡിമാൻഡുകൾ ഒന്നും കാര്യമായി നേടാതെയാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. നേടിയെന്നൊക്കെ അക്കാലത്ത് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും കൈവന്ന വിജയങ്ങൾ മുന്നോട്ട് വച്ച ഡിമാൻഡുകളേക്കാൾ വളരെ വളരെ പരിമിതമായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഇമ്മീഡിയറ്റായ ഒരു വിജയത്തേക്കാൾ എത്രയോ വലിയ പ്രാധാന്യം ആ സമരത്തിനുണ്ടായി. ടി കെ മാധവനെ പോലൊരാൾ ഗാന്ധിയുടെ അയിത്തോച്ചാടന സംരംഭം തന്നെയാണ് വൈക്കത്ത് നടക്കാനിരിക്കുന്ന സത്യാഗ്രഹമെന്ന് ഗാന്ധിയെ ബോധ്യപ്പെടുത്തി. തിരുച്ചിറപ്പള്ളിയിൽ പോയിട്ട് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് ബോധ്യപ്പെടുത്തി. കാക്കനാട് കോൺഗ്രസ്സിൽ പ്രമേയം അവതരിപ്പിച്ച് അത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടാക്കി മാറ്റി. കേശവമേനോനും കേളപ്പനും ഒക്കെ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു സമരമുഖമായി മാറുകയും 2 നിലയിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ അത് പ്രാധാന്യം നേടുകയും ചെയ്തു. ഒന്ന്, കോൺഗ്രസ് മുമ്പോട്ട് വെച്ച ആദ്യത്തെ അയിത്തവിരുദ്ധ സമരം എന്ന നിലയിൽ ഈ സമരം പ്രധാനം. അതിനു മുമ്പ് കോൺഗ്രസ് അയിത്തവിരുദ്ധമായി ഒരു സമരം നടത്തിയിട്ടില്ല. തിലകനൊക്കെ നവോത്ഥാനപരമായ എല്ലാ ശ്രമങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ ഭിന്നിപ്പിക്കും എന്ന നിലപാടാണ് എടുക്കുന്നത്. നവോത്ഥാന ശ്രമങ്ങൾ, സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം വരേണ്ട കാര്യമാണ്. അത് അകമേ പരിഹരിച്ചാൽ മതി, ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിട്ട് കൂട്ടിക്കെട്ടണ്ട എന്നുള്ളതായിരുന്നു. ബെൽഗാം കോൺഗ്രസ്സിൽ വെച്ച് ഗാന്ധി അതിനെ ഖണ്ഡിക്കുന്നത് ബോബി തോമസ് ഇതിനകത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ ഗാന്ധി പറഞ്ഞ കാര്യം, സ്വരാജ് എന്ന് പറയുന്നത് അയിത്തോച്ചാടനത്തിലും ഹിന്ദു മുസ്ലിം ഐക്യത്തിലും അധിഷ്ഠിതമല്ലെങ്കിൽ ആ സ്വരാജ് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന ഖണ്ഡിതമായ നിലപാടെടുക്കുകയും ബെൽഗാം കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് അയിത്തോച്ചാടനം കോൺഗ്രസിൻ്റെ ഒരു ഔദ്യോഗിക നയമായി മാറുകയും ചെയ്യുന്നത്. അത് പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തിയോ? നിശ്ചയമായിട്ടുമില്ല, ഇപ്പോഴും ഇല്ലല്ലോ.
പക്ഷേ ഇർഫാൻ ഹബീബ് അതേക്കുറിച്ച് എഴുതിയ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. 1915 ഇന്ത്യയിൽ ഗാന്ധി മടങ്ങിയെത്തുമ്പോൾ അയിത്തം ഹിന്ദു മതത്തിലെ സ്വാഭാവികമായൊരാചാരമായി സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുകയാണ്. പക്ഷേ 48 ഗാന്ധി വെടികൊണ്ട് മരിക്കുമ്പോൾ അയിത്തം ഹിന്ദു മതത്തിലെ കളങ്കമാണ് എന്ന് ഹിന്ദു മതത്തിലെ മഹാഭൂരിപക്ഷവും സമ്മതിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹം പറയുന്നത് സഹസ്രാബ്ദങ്ങളിൽ വേര് പിടിച്ചു നിൽക്കുന്ന ആചാരത്തെ 30 കൊല്ലം കൊണ്ട് ഗാന്ധി തലതിരിച്ചിട്ടു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഗ്രാംഷി വാർ ഓഫ് പൊസിഷൻ എന്ന് പറയും. തന്മാത്രാതലത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് സമൂഹഘടനയിൽ മാറ്റം വരുത്താനുള്ള വലിയ ശ്രമങ്ങൾ അത് ഗാന്ധിയിൽ നമുക്ക് കാണാൻ പറ്റും. ഗ്രാംഷി ഗാന്ധിയെക്കുറിച്ചൊരു നല്ല ഒബ്സർവേഷൻ നടത്തുന്നുണ്ട് കേട്ടോ. നെയ്വ് തിയറൈസേഷൻ ഓഫ് പാസീവ് റവല്യൂഷൻ വിത്ത് റിലീജിയസ് ഓവർടോൺസ് എന്ന് ജയിലിൽ കിടന്ന് ഗാന്ധിയെക്കുറിച്ച് ഗ്രാംഷി എഴുതുന്നുണ്ട്. നെയ്വ് തിയറൈസേഷൻ ഓഫ് പാസീവ് റവല്യൂഷൻ, നിസ്സംഗ വിപ്ലവത്തിൻ്റെ സരളമായ സിദ്ധാന്തീകരണങ്ങളാണ് ഗാന്ധി നടത്തിക്കൊണ്ടിരുന്നത് മതാത്മക ധ്വനികളോടെ, റിലീജിയസ് ഓവർടോൺസ്. ആ റിലീജിയസ് ഓവർടോൺസൊക്കെ ഫലപ്രദമായിരുന്നു എന്ന് സംശയിക്കാം. പക്ഷേ അവസാന കാലത്ത്, ഞാൻ അതുകൂടി ഇവിടെ പറയാം, അവസാന കാലത്ത് അംബേദ്കർ മതം അനിവാര്യമാണ് എന്നുള്ള ഉന്നലിൽ വരുന്നു. 1956 മാർച്ചിൽ ആഗ്രയിൽ നടത്തിയ പ്രസംഗത്തിൽ അംബേദ്കർ പറയുന്നത്, വിത്തൗട്ട് റിലീജിയൻ അവർ സ്ട്രഗിൾ വിൽ നോട്ട് സർവൈവ്. മതമെന്ന് പറയുന്നത് അംബേദ്കർ എന്ന് വ്യവച്ഛേദിക്കുന്നുണ്ട്. റിലീജിയൻ ഓഫ് റിച്വൽസ് ആൻഡ് റിലീജിയൻ ഓഫ് പ്രിൻസിപ്പിൾസ്. ആചാരങ്ങളുടെ മതവും ധാർമ്മിക മൂല്യങ്ങളുടെ മതവും. ധാർമ്മിക മൂല്യങ്ങളുടെ മതം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടനയെ കൂട്ടിച്ചേർത്ത് നിർത്താൻ കഴിയൂ. അദ്ദേഹം പറയുന്നുണ്ട് ഡെമോക്രസി എന്താണ്. ഡെമോക്രസി എന്ന് പറയുന്നത്, ഐ ക്യാൻ ഡിഫൈൻ ദ ഡെമോക്രസി ഇൻ 3 സിമ്പിൾ വേർഡ്സ്: ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. പക്ഷേ ഈ ലിബർട്ടിയും ഇക്വാലിറ്റിയും സമൂഹത്തിൽ ആഴത്തിൽ വേര് പിടിക്കണമെങ്കിൽ സാഹോദര്യഭാവം വേണം. അതുകൊണ്ട് സാഹോദര്യമാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ എന്ന് അംബേദ്കർ പലയിടങ്ങളിലും പറയുന്നുണ്ട്. ഈ സാഹോദര്യ ഭാവന മനുഷ്യരിൽ വേര് പിടിക്കണമെങ്കിൽ അതൊരു ധാർമ്മിക ബലമായി മാറണം. അത് നിയമം വഴി സാധ്യമാവില്ല. നിയമം കൊണ്ട് നിങ്ങൾക്ക് മറ്റു പലതും ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ മനുഷ്യരിൽ സാഹോദര്യബോധം നിയമം കൊണ്ടുണ്ടാക്കാൻ പറ്റില്ല. അതിന് മതം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ മതമായിട്ടാണ് ബുദ്ധമതത്തെ അഴിച്ചു പണിത്. ആ മതത്തെയാണ് മൈത്രി എന്ന പുതിയ രാഷ്ട്രീയ ഭാവനയായിട്ട് വികസിപ്പിക്കാൻ അംബേദ്കർ ശ്രമിക്കുന്നത്. ഫലിച്ചൊന്നുമില്ല കേട്ടോ. അംബേദ്കറുടെ അനുയായികളിൽ തന്നെ വലിയൊരു വിഭാഗം അംബേദ്കറുടെ ബുദ്ധമതത്തിലേക്കുള്ള പരിവർത്തനത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു ഭാഗത്ത് അത് സംവരണാനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തും എന്ന് പലരും കരുതി. 2, അംബേദ്കറുടെ പൊളിറ്റിക്സിൻ്റെ ഒരു റാഡിക്കൽ പോയിൻ്റ് ഏതാണ്ട് ഇതോടെ അവസാനിക്കുന്നു എന്നും അദ്ദേഹത്തിൻ്റെ അനുയായികൾ തന്നെ പലരും കരുതുന്നുണ്ട്. പക്ഷേ അംബേദ്കർ കരുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിലൊരു ധാർമ്മിക ബലമില്ലാതെ, അതിലൊരു ശരിയുണ്ട്. കാരണം സഹസ്രാബ്ദങ്ങളുടെ സാംസ്കാരിക മൂലധനത്തിൻ്റെ മുകളിൽ പടുത്തുയർത്തപ്പെട്ട ബ്രാഹ്മണ്യത്തെ ആധുനികതയുടെ താർക്കിക യുക്തികൾ കൊണ്ടും വ്യവസായവൽക്കരണം കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് നേരിടാൻ കഴിയില്ല. അതിന് ഒരു കൗണ്ടർ കൾച്ചറൽ ട്രഡീഷൻ വേണം. ഈ കൗണ്ടർ കൾച്ചറൽ ട്രഡീഷനെയാണ് അദ്ദേഹം ബുദ്ധമതത്തിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നത്. ആ നിലയിൽ ജാതി നിർമൂലനം എന്നതിനെ ഒരു ധാർമ്മികമായ ഇടപെടൽ കൂടിയാക്കി മാറ്റുന്ന വലിയൊരു തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ ശ്രമങ്ങൾ വരുന്നത്. ഈ ശ്രമങ്ങൾ തമ്മിലുള്ള അന്യോന്യമുള്ള ഏറ്റുമുട്ടലുകളുടെ ഒരു വേദിയായിട്ടാണ് ഈ വൈക്കം സത്യാഗ്രഹം മാറുന്നത്. വൈക്കം സത്യാഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ച് തുടങ്ങി. ഏതാണ്ട് 2 വർഷക്കാലം 600-ലധികം ദിവസം സമരം നടന്നു. സമരം പിൻവലിക്കുമ്പോൾ കാര്യമായ വിജയങ്ങളൊന്നും നേടാതെ അത് പിൻവലിക്കപ്പെടുകയും ചെയ്തു. ആ സമരകാലത്തെ ഗാന്ധിയുടെ നിലപാടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ഘട്ടത്തിൽ ഇണ്ടന്തുരുത്തിമനയിലെ നമ്പ്യാതിരിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഗാന്ധി 3 ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ വയ്ക്കുന്നുണ്ട്. ഇന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അസൽ വലുതായിട്ട് തോന്നും. 1, റഫറൻഡം നടത്താമെന്നുള്ളതാണ്. സവർണർക്കിടയിൽ റഫറൻഡം നടത്താം. അതവർ സമ്മതിച്ചില്ല. 2, അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊരു പണ്ഡിതനെ വയ്ക്കുക, സത്യാഗ്രഹികളുടെ ഭാഗത്തു നിന്ന് ഞങ്ങളൊരു പണ്ഡിതനെ വയ്ക്കാം, അവർ തമ്മിൽ സംസാരിച്ചൊരു ധാരണ ഉണ്ടാക്കിയാൽ സമ്മതിക്കണം. അതും നമ്പ്യാതിരി സമ്മതിച്ചില്ല. 3 പറഞ്ഞത് ശാങ്കരസ്മൃതിയാണ് ഈ അയിത്തത്തിൻ്റെയും നടവഴി നിരോധനത്തിൻ്റെയും ആധാരം എന്ന് പറഞ്ഞപ്പോൾ ശാങ്കരസ്മൃതി ഒരു പണ്ഡിതനെ കൊണ്ട് പരിശോധിപ്പിച്ച് നമുക്കിതിനകത്ത് തീർപ്പുണ്ടാക്കാമെന്നാണ്. അതും അവർ സമ്മതിച്ചില്ല, നമ്പ്യാതിരി സമ്മതിച്ചില്ല. വാസ്തവത്തിൽ വൈക്കത്തെ പ്രശ്നത്തിൽ ഇപ്പോൾ പെരിയോരെ ആയാലും ജോർജ് ജോസഫിനെ ആയാലും അകാലികളെ ആയാലും ഒക്കെ ഗാന്ധി ഒഴിവാക്കുകയാണല്ലോ ചെയ്തത്.
ഗാന്ധിയെ സംബന്ധിച്ച് വൈക്കം പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഹിന്ദുമത പ്രശ്നമായിരുന്നു. അതേസമയം പെരിയോർക്കായാലും ബാരിസ്റ്റർ ജോർജ് ജോസഫിനായാലും AK പിള്ളക്കായാലും ഒക്കെ അതൊരു മനുഷ്യാവകാശ പ്രശ്നമായിരുന്നു. ഇതെങ്ങനെ കാണണം എന്നത് വലിയൊരു പ്രശ്നമാണ്. വിശാലാർത്ഥത്തിൽ അതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്, ഹിന്ദുമത പ്രശ്നമല്ല. പക്ഷേ ആ സമരത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ഇതര മതവിഭാഗത്തിൽപ്പെട്ടവർ, പ്രത്യേകിച്ചും ബാരിസ്റ്റർ ജോർജ് ജോസഫ് ഉയർന്നു വന്നപ്പോഴാണ് അതിനകത്ത് തന്നെയുള്ളൊരു ഭിന്നിപ്പിന് കാരണമായി തീരുമെന്നൊരു തോന്നൽ ഗാന്ധിക്ക് വരികയും അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. അതിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, ഗാന്ധിയുടെ നിലപാടിൽ അങ്ങനെ ചില കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വൈക്കം സത്യാഗ്രഹ സമയത്ത് ഗാന്ധി എടുക്കുന്ന പല നിലപാടുകളും സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ഘട്ടത്തിൽ നാരായണ ഗുരുവായി വരെ ഒരഭിപ്രായ ഭിന്നത രൂപപ്പെട്ടു എന്ന കാലത്തെ വാർത്താമാധ്യമങ്ങളിൽ നിന്ന് ചില സൂചനകൾ വരുന്നുണ്ട്. ഗാന്ധിയുടെ ജാതിയെ സംബന്ധിച്ച, മതത്തെ സംബന്ധിച്ച നിലപാടിനോട് ഗുരു ഒരിക്കലും യോജിച്ചിട്ടില്ല. ജാതി ന്യായമാണ് എന്ന് ഗാന്ധി പറഞ്ഞ സമയത്തെല്ലാം ഗാന്ധി അത് ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് ഗുരു പറയുന്നത്. ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തമല്ലേ എന്ന് ഗാന്ധി ശിവഗിരി ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു പറഞ്ഞു, എല്ലാ മതങ്ങളിലും മോക്ഷമാർഗങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഗാന്ധിയുടെ സ്വർണ്ണ ക്വസ്റ്റ്യനായിരുന്നു, പക്ഷേ ഗുരു ഒരു ലേഖനം തന്നെ ആണ് മറുപടിയായിട്ട് പറഞ്ഞത്. കാരണം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസാണ്. ഞാൻ പറയുന്നത് 2 ഊന്നലുകളുണ്ട്. അതുകൊണ്ട് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വിജയമായിരുന്നോ പരാജയമായിരുന്നോ? വച്ച മുദ്രാവാക്യങ്ങളെ മുൻനിർത്തിയും അയിത്തോച്ചാടനത്തിൻ്റെ കേരളീയ സന്ദർഭത്തെ മുൻനിർത്തി നോക്കിയാൽ ഒട്ടും വിജയമായിരുന്നില്ല. അയിത്തം പോയൊന്നുമില്ല. ഗുരുവായൂർ സത്യാഗ്രഹവും വിജയമായിരുന്നില്ല. 1.5 കൊല്ലം സമരം നടത്തി ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. പക്ഷേ ഇതെല്ലാം നമ്മുടെ സാമൂഹ്യ ചരിത്രത്തെ ചലനാത്മകമായി മുമ്പോട്ട് കൊണ്ടുപോയി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഈ 3 യാഥാർത്ഥ്യങ്ങളെ, ഞാൻ ഗാന്ധി എന്ന് പറയുന്നത് ഒരാളുടെ പേരായിട്ടല്ല, അത് ബോബി പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നത് പോലെ പല പ്രവണതകൾ ചേർന്നൊഴുകി നിൽക്കുന്ന ഒരു വലിയ പ്രക്രിയയുടെ പേരാണ് ഗാന്ധി. അതിൽ ഖാദിയുണ്ട്, അയിത്തോച്ചാടനമുണ്ട്, സ്വാതന്ത്ര്യ പ്രസ്ഥാനമുണ്ട്, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിയുണ്ട്, ഹിന്ദു മുസ്ലിം ഐക്യമുണ്ട്. ഇങ്ങനെ എത്രയോ താല്പര്യങ്ങൾ ഗാന്ധിയിലുണ്ട്. ഈ താല്പര്യങ്ങളൊക്കെ എല്ലാ സമയത്തും തമ്മിൽ ചേർന്ന് പ്രവർത്തിച്ചോ? നിശ്ചയമായിട്ടും ഇല്ല. ഇപ്പം ഞാൻ കൗതുകമുള്ളൊരു കാര്യം പറയാം. യാദൃച്ഛികമായിട്ട് വായിച്ചു പോയ സമയത്ത് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫി ചെയ്യപ്പെട്ട ഒരാളാണ് ഗാന്ധി. ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ് എടുക്കപ്പെട്ട ഒരാളാണ്. മൂപ്പര് ഫോട്ടോഗ്രാഫിക്കെതിരായിരുന്നു. ഫോട്ടോഗ്രാഫിയോട് കടുത്ത ശത്രുതയായിരുന്നു. ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിച്ചിരുന്നത് ടോർച്ചറേഴ്സ് എന്നാണ്. ബർക്ക്വൈറ്റിനെ, നമ്മുടെ ലൈഫ് മാഗസിൻ്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണ് മാർഗരറ്റ് ബർക്ക്വൈറ്റ് ഗാന്ധിയായിട്ട് വലിയ സുഹൃത്തായിരുന്നു. ഹെൻറി കാർട്ടിയർ ബ്രസനൊക്കെ ഗാന്ധിയുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ ഗാന്ധി ഫോട്ടോഗ്രാഫിക്കെതിരാണ്. ഇങ്ങനെ ധാരാളം വൈരുദ്ധ്യങ്ങൾ ഗാന്ധിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ശ്രമങ്ങളൊക്കെ ഗാന്ധിയിൽ ഏകമുഖമായ ഒരാളെ പ്രതിഷ്ഠിക്കുന്നതിന് പകരം ഏതാണ്ട് 1920-കൾ മുതൽ 50-കൾ വരെയുള്ള ഇന്ത്യൻ ജീവിതത്തിൽ പ്രവർത്തിച്ച നാനാബലങ്ങൾ കൂടി കലർന്ന് നിൽക്കുന്ന ഒരു സംവാദസ്ഥാനമായിട്ടൊരു പ്രോസസ്സായിട്ട് ഗാന്ധിയെ കാണുന്നതായിരിക്കും ഉചിതം. അതിൽ നമുക്ക് ഇന്ന് സ്വീകാര്യമായ ചിലതുണ്ട്. ഗാന്ധിയിൽ നിന്ന് ഇന്നത്തേക്ക് വലിയ വഴികളുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 2 കാര്യങ്ങളിൽ. ഒന്ന്, ദേശീയത എന്ന സങ്കല്പത്തെ ഗ്രാംഷിയൊക്കെ പറയുന്ന പോപ്പുലർ നാഷണൽ, ജനകീയമായ ദേശീയത, കീഴ്ത്തട്ടിലെ സാമാന്യ മനുഷ്യരുൾപ്പെട്ട ഒരു ദേശീയത എന്ന നിലയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിൽ ഗാന്ധി വഹിച്ച പങ്ക്. 2, വർഗീയതയ്ക്കെതിരായ ഗാന്ധിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. എനിക്കത് ഏറ്റവും ഹൃദ്യമായി തോന്നിയ ഒരു വാക്യം ഇർഫാൻ്റെയാണ്. വാസ്തവത്തിൽ ഗാന്ധിയെക്കുറിച്ചുള്ള ആലോചനകളുടെ ഘട്ടത്തിൽ വലിയ സംശയങ്ങളുള്ള ഒരാളായിരുന്നു ഞാൻ, എല്ലാവരെയും പോലെ. എൻ്റെ സന്നിഗ്ധതകൾക്ക് വലിയ പരിഹാരമായത് ഇർഫാൻ ഹബീബിൻ്റെ ഒരു ലേഖനമാണ്, ഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും. അതിൽ ഇർഫാൻ പറയുന്നുണ്ട്, എന്താണ് ഗാന്ധി നമുക്ക് നൽകുന്ന സന്ദേശം. ഗാന്ധി നമുക്ക് നൽകുന്ന സന്ദേശം എന്ന നിലയിൽ ഇർഫാൻ പറയുന്നത്, നിർണായക മുഹൂർത്തങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അതായിരുന്നു ഗാന്ധി. അല്ലാത്തപ്പോൾ ഒക്കെ വിട്ടുവീഴ്ച ചെയ്യും, പക്ഷേ ഏറ്റവും നിർണായകമായ മുഹൂർത്തത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നതായിരുന്നു ഗാന്ധി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് വർഗീയതയുടെ കാര്യത്തിൽ ഗാന്ധി വളരെ പ്രധാനമായിരുന്നു. തിരിച്ച് അംബേദ്കറിലേക്ക് വന്നാൽ, അംബേദ്കർ
ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തെ അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമാക്കി നിലനിർത്തുന്നതും ഇപ്പോഴും നിലനിർത്തിപ്പോരുന്നതുമായ സ്ഥാപനം ജാതിയാണ്. ഒരാധുനിക സമൂഹമാകാൻ ഇന്ത്യയെ ഒരു നിലയ്ക്കും അനുവദിക്കാത്ത സംവിധാനത്തിൻ്റെ പേരാണ് ജാതി. കാരണം ജാതി മനുഷ്യർക്കിടയിലെ സാഹോദര്യത്തെ അംഗീകരിക്കില്ല, ജാതി മനുഷ്യർക്കിടയിലെ തുല്യത അംഗീകരിക്കില്ല. ആ തുല്യതയും സാഹോദര്യത്തെയും സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന, എന്നാൽ നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ മതാത്മക പരിവേഷത്തിനകത്ത് തുടരുന്ന, അംബേദ്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രേഡഡ് ഇന്നീക്വാലിറ്റി, ശ്രേണീകൃതമായ അസമത്വമായതുകൊണ്ട് അസമത്വത്തിൻ്റെ ഇരകളെ തന്നെ അസമത്വത്തിൻ്റെ നടത്തിപ്പുകാരാക്കാൻ പറ്റുന്ന, ഇരയും വേട്ടക്കാരനുമായിട്ട് ഒരാളെ തന്നെ മാറ്റി തീർക്കാൻ കെൽപ്പുള്ളൊരു സംവിധാനമാണ്. അത് അംബേദ്കർ പറയുന്നുണ്ട്. അടിമകൾക്ക് ഒരുമിച്ച് തങ്ങളുടെ ആവശ്യത്തെ മുൻനിർത്തി സംഘടിക്കാൻ പറ്റും, പക്ഷേ മർദ്ദിത ജാതിക്ക് സംഘടിക്കാൻ പറ്റില്ല. കാരണം മർദ്ദിത ജാതിയിലെ ഒരു തട്ട് മറ്റൊരാളുടെ മർദ്ദനം ഏറ്റുവാങ്ങുമ്പോൾ തന്നെ തങ്ങൾക്ക് കീഴിലുള്ള മറ്റൊരു തട്ടിനെ മർദ്ദനത്തിന് വിധേയമാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരിക്കലും സാമൂഹികമായൊരു സംഘാടനം ജാതി വിരുദ്ധമായി സാധ്യമാകാത്ത മട്ടിലുള്ള ഒരു സംവിധാനമായിട്ടാണ് ജാതി നിലനിന്നത്. അതുകൊണ്ട് ജാതി നിർമൂലനം ഇല്ലാതെ, അല്ലെങ്കിൽ ജാതിക്കെതിരായ ഒരു സമരമുഖം തുറക്കാതെ വാസ്തവത്തിൽ ഇന്ത്യയെ ജനാധിപത്യവൽക്കരിക്കാൻ പറ്റില്ല. ഈ രണ്ട് ഊന്നലുകൾ, ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു ദേശീയ സ്വത്വത്തിൻ്റെ രൂപീകരണം, ആഭ്യന്തരമായ ജാതി വിരുദ്ധതയുടെ വഴി തുറക്കുന്ന ജനാധിപത്യവൽക്കരണം, ഇത് രണ്ടും ഈ പുസ്തകം മുമ്പോട്ട് വയ്ക്കുന്ന പൊസിഷനെ മുൻനിർത്തി എനിക്ക് പറയാൻ തോന്നുന്നത്, ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ല. ഇവ തമ്മിലൊരു പൂരകത്വമുണ്ട്. പലപ്പോഴും ഇന്ത്യയിൽ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളൊരു കാര്യം, ബ്രിട്ടീഷ് ഭരണം, കോളനി ഭരണം നമ്മുടെ ജാതി വിരുദ്ധമായ ഒരു നവീകരണത്തിന് വഴി തുറന്നു എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതിലൊരു ശരിയുണ്ട്. കാരണം പൊതുവിദ്യാലയങ്ങളുണ്ടായി, പൊതു നിയമങ്ങൾ വന്നു, പൊതുവായ ഉദ്യോഗം വന്നു, ധാരാളം സംവിധാനങ്ങൾ അങ്ങനെ വന്നു. ആ നിലയ്ക്ക് ജാതിക്കപ്പുറത്തേക്കുള്ളൊരു ചലനാത്മകത കോളനി ഭരണം സൃഷ്ടിച്ചു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പക്ഷെ അതേ കോളനി ഭരണം തന്നെയാണ് മറുഭാഗത്ത് മധ്യകാല ഭൂപ്രഭുത്വത്തെയും നാടുവാഴുത്തത്തെയും തങ്ങളുടെ കരംപിരിവുകാരാക്കി നിലനിർത്തിക്കൊണ്ട് ജാതിബന്ധങ്ങളുടെ അടിത്തറയായിട്ടുള്ള ജന്മിത്വത്തെ സംരക്ഷിച്ചതും. അല്ലാതെ യൂറോപ്പിൽ ബൂർഷ്വാസി ചെയ്തതുപോലെ നാടുവാഴുത്തത്തിൻ്റെ കടവർച്ചി കളഞ്ഞ് ഒരു ആധുനിക സമൂഹത്തിലേക്ക് നീങ്ങാൻ ഒരു ശ്രമവും ഇവിടെ ഉണ്ടായില്ല. എന്നു മാത്രമല്ല, പരമ്പരാഗത ജന്മിത്വത്തിന് ഇല്ലാത്ത അവകാശാധികാരങ്ങൾ അനുവദിച്ചു കൊടുക്കുക കൂടി ചെയ്തു. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ ഭൂനിയമത്തിൻ്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ജന്മിമാരുടെ നിയമപരമായ ഉടമാവകാശമുള്ളതായിട്ട് ഭൂമി മാറിയത്. മലബാർ കലാപത്തിലേക്ക് പോയ അടിസ്ഥാന പ്രശ്നം അതാണല്ലോ. അക്കാലം വരെ ഭൂമി ജന്മിയുടെ പാരമ്പര്യ അവകാശമാണ്, അതിൽ കൃഷി ചെയ്യുക എന്നുള്ളത് കുടിയാൻ്റെയും പാരമ്പര്യാവകാശം. ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയതിന് ശേഷം, ശ്രീരംഗപട്ടണ ഉടമ്പടിക്കും ടിപ്പുവിൻ്റെ പരാജയത്തിനും ശേഷം മലബാർ ബ്രിട്ടീഷ് പ്രവിശ്യയായതോടെയാണ് ജന്മിയുടെ നിയമപരമായ ഉടമസ്ഥതയിൽപ്പെട്ടതാണ് ഭൂമി എന്ന് നിയമം മാറിയത്. അത് യൂറോപ്പിലെ നിയമം അനുസരിച്ച്, പാരമ്പര്യം അനുസരിച്ച് ഇവിടെ മാറ്റിയതാണ്. അങ്ങനെ മാറ്റിയപ്പോൾ അക്കാലം വരെ പരമ്പരാഗത അവകാശം ഉണ്ടായിരുന്ന കുടിയാൻ പൂർണ്ണമായിട്ട് പുറത്തായി. അതുകൊണ്ട് കൂടുതൽ പാട്ടം ചോദിച്ച് കുടിയാനെ പുറത്താക്കുക, മേൽച്ചാർത്ത് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ പാട്ടം മേടിച്ച് വേറൊരാൾക്ക് ഇത് ചാർത്തി കൊടുക്കുക തുടങ്ങിയ പരിപാടികൾ നടക്കുകയും വാസ്തവത്തിൽ ജന്മിത്വത്തെ കുറെ കൂടി ദൃഢീകരിക്കുകയും ചെയ്തതായിരുന്നു മലബാറിലെ ഭൂനിയമ പരിഷ്കരണം. ഇത് നടത്തിയത് ബ്രിട്ടീഷുകാരാണ്. അതേ ബ്രിട്ടീഷുകാർ തന്നെ അപ്പുറത്ത് 1830കളിൽ CRPCയും IPCയും കൊണ്ടുവരുന്നുണ്ട്, പൊതു നിയമം വരുന്നുണ്ട്. നോക്കൂ, ചരിത്രത്തിൽ ഈ വൈരുദ്ധ്യങ്ങളുണ്ട്. നിങ്ങൾ IPC ഉണ്ടാക്കിയ കൊളോണിയൽ ഭരണാധികാരികളെ മാത്രം കാണുകയും ഭൂനിയമം മാറ്റി ആളെ കാണാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം മനസ്സിലാവില്ല. തിരിച്ച് ഭൂനിയമം മാറ്റിയ ആളെ കണ്ട് മറ്റത് കാണാതിരുന്നിട്ടും കാര്യമില്ല. ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. വടക്കമ്പാട്ടി പറഞ്ഞ പോലെയാണ്, കൊണ്ട് നടന്നത് നീയേ ചാപ്പ, കൊണ്ടുപോയി കൊന്നത് നീയേ ചാപ്പ എന്നുള്ള മട്ടില്ല. അതിലേതെങ്കിലും ഒരു സ്ഥാനത്ത് ബ്രിട്ടീഷ് ഭരണത്തെ പ്രതിഷ്ഠിച്ച് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ ആകമാനമുള്ള ചലനാത്മകമായ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വാസ്തവത്തിൽ ബംഗാൾ ക്ഷാമം എങ്ങനെ ഉണ്ടായത്? ബംഗാളിലെ ഈ തുണിയിൽ പണിയെടുത്തിരുന്ന മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ തെരുവിൽ വീണ് മരിച്ചു പോയല്ലോ. ബംഗാൾ ക്ഷാമം, 2ാം ലോക യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ ക്ഷാമം കൊണ്ട് മരിച്ചു. ഇതെങ്ങനെ ഉണ്ടായതാ? ബ്രിട്ടീഷുകാരുടെ കൊള്ളയായിരുന്നു.
അപ്പം അത്തരത്തിലുള്ള കൊള്ളയും ഒരു രാജ്യത്തിൻ്റെ സമ്പൂർണമായ തകർച്ചയും നടക്കുന്നുണ്ട്. അതായി ഈ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കില്ലേ, അക്ബറുടെ കാലത്ത് വേൾഡ് മാർക്കറ്റിൻ്റെ 23-24% ഇന്ത്യയുടെ ഷെയറാണ്. അവിടെ നിന്ന് 1.5% എത്തി. ലോകത്തെ പരമദരിദ്ര രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഈ മാറ്റം കൊളോണിയലിസം ഉണ്ടാക്കിയതാണ്. അതേ കൊളോണിയലിസം തന്നെയാണ് മറുഭാഗത്ത് എല്ലാ ജാതിക്കാർക്കും തൊഴിലെടുക്കാം, എല്ലാ ജാതിക്കാർക്കും പഠിക്കാം, എല്ലാ ജാതിക്കാർക്കും വഴി നടക്കാം, എല്ലാ ജാതിക്കാർക്കും ഒരു നിയമമാണ്. അപ്പോൾ ഇതിലേതാണ് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടും യാഥാർത്ഥ്യത്തിലുണ്ട്. ഈ വൈരുദ്ധ്യത്തെയാണ് വാസ്തവത്തിൽ ഈ പുസ്തകം ഫലപ്രദമായി അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് തീർപ്പൊന്നും പറയുന്നില്ല. ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഒരു ഘടനയെക്കുറിച്ച് കൂടി ചില കാര്യങ്ങൾ പറഞ്ഞത് അവസാനിപ്പിക്കാം. 24 അധ്യായങ്ങളായിട്ടാണ് ഇത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗാന്ധി, അംബേദ്കർ, വൈക്കം സത്യാഗ്രഹം, ഈ 3 പ്രമേയങ്ങളെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും അന്തിമമായ വിധി തീർപ്പിലേക്ക് എത്താതിരിക്കുകയും ഓപ്പൺ എൻഡഡായി തുറന്നിട്ടേക്കാണ്. ആ സന്ദർഭത്തിലേക്ക് നമ്മളെ തുറന്നിടുന്നു, അതിലെ വൈരുദ്ധ്യങ്ങളെ കാണാനുള്ളൊരു കണ്ണ് തരുന്നു. അതിലൂടെ സ്വീകാരത്തിൻ്റെയും നിരാകരണത്തിൻ്റെതുമായ വഴികൾ സ്വീകരിക്കാൻ, പിൻപറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും അത് വലിയ അവസരം തരികയും ചെയ്യുന്നു. വാസ്തവത്തിൽ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള എഴുത്തുകളിൽ അത്തരത്തിലുള്ള ഒരു സമീപനം പൊതുവിൽ ഞാൻ വായിച്ച കൃതികളിൽ അധികമൊന്നും കണ്ടിട്ടില്ല. ഒന്നുകിൽ ഇത് സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ അതിമഹത്തായ വിജയമായിരുന്നു എന്ന് വാഴ്ത്തുപാട്ട് പാടുക എന്നല്ലാതെ ഈ ആംബിഗ്വിറ്റീസിനെ, സന്നിഗ്ധതകളെ, ചരിത്രത്തിലെയും വ്യക്തിജീവിതത്തിലെയും ഒക്കെ സന്നിഗ്ധതകളെ തെളിയിച്ചു തരാനുള്ള ഒരു ശ്രമം ഏറെയൊന്നും വൈക്കം സത്യാഗ്രഹത്തെ മുൻനിർത്തി കണ്ടിട്ടില്ല. അത് ഈ കൃതിയുടെ ഒരു മികവാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിയിലെയും അംബേദ്കറിലെയും മാറി മാറി വരുന്ന ഊന്നലുകൾ, അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന ചരിത്ര സന്ദർഭങ്ങൾ, വ്യക്തിപരമായി ഞാനൊരു കാര്യം കൂടി പറയാം. അവരെ വ്യക്തികളെന്ന നിലയ്ക്ക് കാണാതെ ചരിത്ര പ്രക്രിയകളെന്ന നിലയ്ക്ക് കാണാനുള്ള ശേഷി. ഇപ്പം അംബേദ്കറെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. വൈസ്രോയി കൗൺസിലിൽ അംഗമായിരുന്ന ഒരാളാണ്. വൈസ്രോയി കൗൺസിൽ എന്ന് പറഞ്ഞാൽ കൊളോണിയൽ ഭരണ സംവിധാനത്തിൻ്റെ ഇന്ത്യയിൽ അവസാനത്തെ നടത്തിപ്പാണ്. ആ വൈസ്രോയി കൗൺസിലിൽ അംഗമായിരുന്ന ഒരാളാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായത്. അയാൾ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിയമകാര്യമന്ത്രിയായത്. എങ്ങനെയാണ് വൈസ്രോയി കൗൺസിലിൽ അംഗമായ ഒരാൾ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ നിയമമന്ത്രിയാകുന്നത്? എങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാകുന്നത്? ഇത് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന സങ്കല്പത്തിലെ തന്നെ വലിയ വൈരുദ്ധ്യങ്ങളിലേക്കാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി പോകലാണോ ബ്രിട്ടൻ പോകലാണോ? മർദ്ദിതനായ ജാതിമർദ്ദനം അനുഭവിച്ച ഒരാളെ സംബന്ധിച്ച് ജാതി പോകലാണ് സ്വാതന്ത്ര്യം, അല്ലാത്തവരെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാർ പോകലാണ് സ്വാതന്ത്ര്യം. ഇപ്പം ഈ രണ്ട് സ്വാതന്ത്ര്യവും തമ്മിൽ ചില കോൺഫ്ലിക്റ്റുകളുണ്ട്. പക്ഷേ രണ്ടും സ്വാതന്ത്ര്യത്തിൻ്റെ അനിവാര്യമായ 2 ഘടകങ്ങളാണ്. ഒന്ന് മറ്റൊന്നിനെ ഇല്ലാതാക്കിയിട്ട് നിൽക്കില്ല എന്ന തിരിച്ചറിവ് നമുക്ക് കേരളത്തിൻ്റെ ഒരു ചരിത്ര സന്ദർഭത്തെ മുൻനിർത്തി നൽകുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒരു കാര്യം എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ ഇപ്പോൾ ഗാന്ധി അംബേദ്കർ വൈരുദ്ധ്യത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ആണല്ലോ, പ്രത്യേക സംവരണ മണ്ഡലങ്ങളാണല്ലോ. അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന അംബേദ്കറുടെ ജീവചരിത്രം ആനന്ദ് തെൽത്തുംബയുടെ ഐക്കണോക്ലാസ്റ്റിൽ അംബേദ്കർ അദ്ദേഹം ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഭരണഘടനാ അസംബ്ലിയിൽ ഈ റിസർവേഷൻ പോളിസിയെ സംബന്ധിക്കുന്ന ഭരണഘടനാ തത്വം പ്രതിപാദിക്കുന്ന ഭാഗം അവതരിപ്പിച്ച സമയത്ത് ബംഗാളിൽ നിന്നുള്ള ഭരണഘടനാ സമിതി അംഗമായിട്ടുള്ള PC ധാക്കൂർ അത് ശരിയായൊരു സംവരണ തത്വമല്ലെന്നും സെപ്പറേറ്റ് ഇലക്ടറേറ്റാണ് വേണ്ടത് എന്നും ഭരണഘടനാ അസംബ്ലിയിൽ വാദിക്കുന്നുണ്ട്. അതിനെ പിന്തുണച്ചുകൊണ്ട് 3 പേര് ആ ദിവസം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. 1949 അംബേദ്കർ പക്ഷേ ആ സമയത്ത് ഭരണഘടനാ അസംബ്ലിയിലുണ്ട്. അംബേദ്കർ പക്ഷേ സെപ്പറേറ്റ് ഇലക്ടറേറ്റിന് വേണ്ടി അന്ന് വാദിക്കുകയുണ്ടായില്ല എന്ന കാര്യവും തെൽത്തുംബ എഴുതുന്നുണ്ട്. വാദിക്കാതിരുന്നത് പല കാരണങ്ങളും ഉണ്ടായിരിക്കും. കാരണം കോൺഗ്രസിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു വീക്ഷണഗതിക്കെതിരെ അംബേദ്കർക്ക് ഒറ്റയ്ക്കൊരു നിലപാടെടുക്കാനായിട്ട് പറ്റുമായിരുന്നില്ല. നമ്മളിപ്പോൾ അംബേദ്കർ എഴുതി തയ്യാറാക്കി എന്ന് പറഞ്ഞാലും വാസ്തവത്തിൽ 3 തട്ടിലുള്ള
പരിശോധനകളും തിരുത്തലുകൾക്കും ശേഷമാണ് ഫൈനൽ ഡ്രാഫ്റ്റ് വരുന്നത്. ആദ്യം ഇതിൻ്റെ സ്പെഷ്യൽ കമ്മിറ്റി തയ്യാറാക്കുന്ന റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് നിന്ന് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയ്യുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട AICCയുടെ സമിതി പരിശോധിക്കുന്നുണ്ട്. AICCയുടെ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം പട്ടേൽ, നെഹ്റു, രാജേന്ദ്രപ്രസാദ്, അബ്ദുൽ കലാം ആസാദ് ഇവർ 4 പേരുൾപ്പെട്ട സമിതി പരിശോധിക്കുന്നുണ്ട്. ഈ 3 പരിശോധനയ്ക്ക് ശേഷമാണ് ഭരണഘടനാ അസംബ്ലിയിൽ വീണ്ടും അത് ചർച്ചയ്ക്ക് വരിക. ഈ 3 സമിതിയുടെ അപ്രൂവൽ ഇല്ലെങ്കിൽ വാസ്തവത്തിൽ ഇത് ഭരണഘടനാ അസംബ്ലിയിലേക്ക് തിരിച്ചു വരില്ല. അങ്ങനെ ഒരു സംവിധാനം വാസ്തവത്തിൽ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കാര്യം തെൽത്തുമ്പെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ചരിത്രത്തിൽ നിങ്ങൾക്ക് ഇടപെടണമെങ്കിൽ ലഭ്യമായ സന്ദർഭങ്ങളിൽ ഇടപെടുക എന്നല്ലാതെ, അതിൻ്റെ വൈരുദ്ധ്യങ്ങൾക്കുള്ളിൽ നിൽക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് ഏറ്റവും തിയററ്റിക്കലി പെർഫെക്റ്റായ ഒരു പൊസിഷൻ വന്നിട്ട് ഇടപെടാനൊന്നും പറ്റില്ല. തിയററ്റിക്കലി പെർഫെക്റ്റായി ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ, അത് പ്രസംഗിക്കലും പിന്നെ സെമിനാറിൽ പേപ്പർ അവതരിപ്പിക്കില്ല. അതിന് ഒരു പ്രശ്നമില്ല, ബാക്കി എല്ലാവരും മോശമാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. പക്ഷേ റോട്ടിലിറങ്ങിയാൽ നിങ്ങൾ ഈ കോൺക്രീറ്റായ കോൺട്രഡിക്ഷൻസിൻ്റെ നടുവിൽ ചെന്ന് പെടും. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളുടെ നടുവിൽ നിന്ന് ഈ രാജ്യത്തെ ആധുനിക ജനാധിപത്യത്തിലേക്ക് കൊണ്ടുപോരാൻ വലിയ പരിശ്രമം നടത്തിയ 2 പ്രക്രിയകളാണ് ഗാന്ധിയിലും അംബേദ്കറിലും നമ്മൾ കാണുന്നത്. ആ 2 പ്രക്രിയകളും ഇന്ന് നമുക്ക് ആവശ്യമുണ്ട്. കാരണം ജാതിയെ വിഴുങ്ങിക്കൊണ്ട് ജാതി സ്വത്വത്തെ നിലനിർത്തി അതിൻ്റെ മുകളിൽ മതസ്വത്വത്തെ സ്ഥാപിച്ചെടുത്തുകൊണ്ടാണ് ഫാഷിസം വളർന്നു വരുന്നത്. മറുഭാഗത്ത് ദേശീയത, ഒരു മതാത്മക ദേശീയത എന്ന നിലയിലേക്ക് ഭീമാകാരമായി ഫാഷിസ്റ്റുകൾ വളർത്തിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇവർ 2 പേരും അവശേഷിപ്പിച്ചു പോയ വലിയ ഊർജം നമ്മെ സംബന്ധിച്ച് പരമപ്രധാനമാണ്. ആ ഊർജത്തെ അന്യോന്യം നിരാകരിക്കുന്ന എതിർബലങ്ങളായി സങ്കല്പിക്കാതെ പരസ്പരം നമുക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന, അങ്ങനെ ചേർത്ത് വയ്ക്കുന്നത് അവർക്കിടയിലെ വൈരുദ്ധ്യത്തെ മറച്ചു പിടിക്കാനോ അതില്ല എന്നോ രണ്ടും ഒരാൾ തന്നെയാണെന്ന് പറയാനോ ഒന്നുമല്ല. വൈരുദ്ധ്യങ്ങൾ നോക്കൂ, വ്യത്യസ്തതകൾ, വൈരുദ്ധ്യങ്ങൾ എന്നത് പ്രകൃതിയുടെ സ്വാഭാവിക അവസ്ഥയാണ്. അല്ലാതെ വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളും ഒന്നുമില്ലാതെ പ്രകൃതിയില്ല. അതുകൊണ്ട് വൈരുദ്ധ്യങ്ങളെ, വ്യത്യസ്തതകളെ ശത്രുതകളായി പ്രതിഷ്ഠിക്കാതിരിക്കാൻ നാം പരിശീലിക്കണം. വാസ്തവത്തിൽ ഫാഷിസ്റ്റുകൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഓരോ വ്യത്യാസത്തെയും പരമശത്രുതയാക്കലാണ്. ശത്രുതയെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് ഫാഷിസ്റ്റുകളുടെ അടിസ്ഥാന ലോജിക്കാണ്. അവിടെയാണ് അംബേദ്കർ കൊണ്ടുവന്ന മൈത്രി എന്ന സങ്കല്പത്തിൻ്റെ വലിയ പ്രാധാന്യം. ഫാഷിസ്റ്റുകൾക്കെതിരായ സമരത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ഭാവനയായിട്ട് മൈത്രിയെ കാണണമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് ഈ സാർവത്രികമായൊരു സ്നേഹഭാവത്തെ സാമൂഹ്യ സംഘാടനത്തിൻ്റെ അടിസ്ഥാന യുക്തിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. അത് ബോബി പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവസാന കാലത്ത് അംബേദ്കർ എത്തുന്ന നിലപാടിൽ നിന്ന് ഗാന്ധിയിലേക്കൊരു ചുവടുണ്ടോ എന്ന ചോദ്യം അദ്ദേഹം ഈ പുസ്തകത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചരിത്രത്തെയും നമ്മുടെ സമൂഹത്തെയും വളരെ ആഴത്തിൽ പരിശോധിക്കാൻ, അതിൻ്റെ സൂക്ഷ്മാംശങ്ങളെ മനസ്സിലാക്കാൻ, അതിൻ്റെ വൈരുദ്ധ്യങ്ങളെ തിരിച്ചറിയാൻ, അതിനുള്ളിൽ ഓപ്പൺ എൻഡഡായി തുറന്ന മനസ്സോടെ ആ സന്ദർഭത്തോട് സംവദിക്കാനുള്ള ഒരു വലിയ പ്രേരണ ഈ പുസ്തകം തരുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു സംവാദാത്മകതയുടെ ശേഷി. പിന്നെ ഒട്ടും പരുഷമല്ലാത്ത, ഹിംസാത്മകമല്ലാത്ത ഒരു ഭാഷ അദ്ദേഹം ഇതിൽ സ്വീകരിക്കുന്നുണ്ട്. വിമർശനങ്ങൾ എല്ലായ്പ്പോഴും ഗാന്ധിയെക്കുറിച്ചും അംബേദ്കറെക്കുറിച്ചും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു തുറന്ന ഭാഷ, സംവാദത്തിൻ്റെ ഒരു ഭാഷ ഈ പുസ്തകം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. നിശ്ചയമായിട്ടും നമ്മളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ആലോചിക്കുകയും വായിക്കുകയും ചെയ്യേണ്ട ഒരു ഗ്രന്ഥമാണ്. പക്ഷേ പൊതുവിൽ പോളമിക്സ് ഇങ്ങനെ വല്ലാതെ നമ്മുടെ എല്ലാറ്റിനെയും വിഴുങ്ങി നിൽക്കുന്ന ഒരു കാലമാണല്ലോ. ടെലിവിഷൻ ചർച്ചയാണല്ലോ നമ്മുടെ ഒരു മാനദണ്ഡം. എന്താ പറയുക, അന്യോന്യമുള്ള അട്ടഹാസങ്ങളും കൊലവിളികളുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ചർച്ചയുടെ അന്തരീക്ഷത്തിൽ വാസ്തവത്തിൽ സമചിത്തതയോടെ ചരിത്രത്തിലേക്ക് നോക്കാനുള്ള ഒരു കണ്ണ് ഈ പുസ്തകം മലയാളികൾക്ക് മുമ്പിൽ വയ്ക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ എൻ്റെ വ്യക്തിപരം കൂടിയായ ആഹ്ലാദം പങ്കുവെച്ചും അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ, പിന്നെ ഒരു കാര്യം കൂടി പറയണം, ഒരു പത്രപ്രവർത്തകനായിരുന്നത് കൊണ്ടുള്ള വളരെ മൗലികമായ വിശദാംശങ്ങളുടെ ശേഖരണം ഈ പുസ്തകത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ലാത്ത പലതും ഞാൻ പലയിടങ്ങളിൽ വായിച്ചതാണ്, പക്ഷേ എവിടെയും കണ്ടിട്ടില്ലാത്തൊരു കാര്യം ഈ പുസ്തകത്തിലുണ്ട്. 1924 ഇണ്ടന്തുരുത്തി മനയിൽ ചെന്നപ്പോൾ ഗാന്ധിയെ പുറത്തിരുത്തിയ അതേ നമ്പ്യാതിരി 1937 ഗാന്ധി വീണ്ടും വന്ന സമയത്ത് സ്വീകരിക്കാൻ ചെന്നിരുന്നു
എന്ന കാര്യം. അത് അന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, അല്ലെങ്കിൽ ഞാനതും കൂടി പറഞ്ഞേനെ. സ്വീകരിക്കാൻ ചെന്നിരുന്നു എന്ന കാര്യം മഹാദേവദേശായിയുടെ പുസ്തകത്തിൽ നിന്ന് ബോബി തോമസ് ഉദ്ധരിച്ച് ചേർക്കുന്നുണ്ട്. അങ്ങനെ വളരെ വിപുലമായ വിവരശേഖരം ഒരു ഭാഗത്തുണ്ട്. വിവരങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ കൂട്ടിയിണക്കുന്ന സമഗ്രമായൊരു വ്യാഖ്യാന യുക്തി വേണം. ആ വ്യാഖ്യാന യുക്തിക്ക് മുകളിൽ ചരിത്രപരമായൊരു വിവേകവും വേണം. ഇത് മൂന്നും ഈ പുസ്തകത്തിലുണ്ട്. വിവരങ്ങളുടെ ഒരു സമ്പന്നതയുണ്ട്, സമർത്ഥമായ വ്യാഖ്യാനങ്ങളുണ്ട്. അതിനെല്ലാം മുകളിൽ കാലത്തോടും നമ്മുടെ ജീവിതത്തോടുമുള്ള ഒരു സമർപ്പിതമായ പ്രതിബദ്ധത നൽകുന്ന വിവേകവും ഉണ്ട്. ആ പുസ്തകത്തിനും ബോബി തോമസിനും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം.